പ്പെട്ട വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ഇങ്ങനെ കാണാലോ അല്ലെ? ലിബിൻ കാണാം, കേൾക്കാം. സാർ കേൾക്കാം. പിന്നെ ഈ സ്ലൈഡ് പോലുള്ളത് കാണുകയും ചെയ്യാലോ അല്ലെ? കാണാം സാർ. ഓക്കെ. അപ്പോ വെരി ഗുഡ് ഈവനിങ് ടു എവരി വൺ. ഒന്നുകൂടി എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദി എക്സാമിനേഷൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സാം എപ്പോഴാ മീര? 4th 4th വ്യാഴാഴ്ച. ഫൈൻ. അപ്പോ മീര എല്ലാവരുടെ നിന്നും കളക്ട് ചെയ്ത് അയച്ചു തന്ന പ്രോബ്ലംസ് ആണ് ഇപ്പൊ സ്ക്രീനിൽ നമുക്ക് കാണാവുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതൊന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു ടോപ്പിക് കൂടി കവർ ചെയ്യാൻ ശ്രമിക്കും. ട്രൈ ഫോർ ദാറ്റ്. സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാമിനേഷൻ ഓൺ 4th. സോ നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ടല്ലേ ലോ എക്സാംസ് എഴുതാൻ പോകുന്നത്? നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം അല്ലേ ഇപ്പൊ എഴുതാൻ പോകുന്നത്? അതെ, ഒരു എക്സാം എഴുതി. കോൺട്രാക്ട് എക്സാം എഴുതി, പക്ഷേ ഫസ്റ്റ് സെറ്റ് ഓഫ് എക്സാമിനേഷൻസ് അപ്പം നമ്മള് സാധാരണ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളവരാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞവരും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയും കണ്ടു. എങ്കിലും ലോ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആകുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉള്ളൊരു പാറ്റേൺ ഈ രീതിയിലാണ്. ഓൾറെഡി ഹലോ മിസ്റ്റർ വിശംബരൻ നോക്കിയോ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ലോ പേപ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇങ്ങനെയാണ്. യു ഹാവ് 75 മാർക്ക്, 25 മാർക്സ് ഇന്റേണൽ അസസ്മെന്റ് ആണ്. അതില് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഉണ്ട്, എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് 6 മാർക്ക് വെച്ചിട്ട് 5 എണ്ണം എഴുതാനായിരിക്കും ഉണ്ടാവും. അതിൽ ഓപ്ഷൻസ് ഉണ്ട്. അതിന് 30 മാർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ 3 പ്രോബ്ലം ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ എഴുതാം, 20 മാർക്ക്. പിന്നെ 12.5 മാർക്ക് വെച്ച് 2 ക്വസ്റ്റ്യൻസ്. അത് 3 എണ്ണോ 4 എണ്ണോ തരും എസ്സേ. അതിൽ നിന്ന് നമ്മൾ 2 എണ്ണം എഴുതാം. അത് 25 മാർക്ക്, 12.5 മാർക്ക് വീതം. ആ രീതിയിലാണ് പാറ്റേൺ. നിങ്ങൾ ഒരെണ്ണം കണ്ടു. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഈ പാറ്റേണിലാണ് നമ്മൾ വരുന്നത്. ഇതില് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതി പരിചയമുണ്ട്. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് വന്നവരായതുകൊണ്ട് യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്. എസ്സേ ക്വസ്റ്റ്യൻസും എഴുതാൻ നമുക്കറിയാം, എങ്കിലും അല്ലെങ്കിൽ മുന്നത്തെ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. ഇതിൽ ശരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവായിട്ടുണ്ടാവുക, എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, പക്ഷെ എക്സ്പീരിയൻസ് കുറവുണ്ടാവാൻ സാധ്യത പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. പ്രോബ്ലം ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മുടെ മറ്റേതെങ്കിലും ഒരു ആർട്സിലും സയൻസിലും കാണുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ അല്ല ലോയുടെ പ്രോബ്ലം ക്വസ്റ്റ്യൻ വരുന്നത്. ലോയിൽ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം നിങ്ങൾ ഇതിന്റെ സ്ക്രീനിൽ കാണാവുന്ന പോലെ ഒരു ഫാക്ട് സിറ്റുവേഷൻ, വസ്തുതകൾ, കുറച്ച് വസ്തുക്കൾ, ഒരു സംഭവം തരികയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം തന്നു കഴിഞ്ഞാൽ സംഭവത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. ആ കാര്യം ഡിസൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കാര്യത്തിൽ അഡ്വൈസ് ചെയ്യാനോ ആണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 10 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൈസബിൾ ഇതാണ്, തീരെ കുറവ് എഴുതിയ പോലെ. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൂടാതെ ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പം എങ്ങനെ അതിന് ആൻസർ ചെയ്യണം, ഇതിനെന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന 10-25 പ്രോബ്ലംസിൽ, 25 പ്രോബ്ലംസിൽ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം, എന്താണ് ഇമ്പോർട്ടൻറ്റ് കേസ്, അല്ലെങ്കിൽ എല്ലാത്തിലും കേസ് കറക്റ്റ് പോയിന്റിലില്ല, ചിലതിലൊക്കെ പ്രൊവിഷൻ ഓഫ് ലോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ ഇപ്പൊ പറഞ്ഞത്? ഒരു ചാറ്റ് ബോക്സിൽ പറഞ്ഞ പോലെ ഒരു ഇതൊക്കെ ഇട്ടോളൂ കേട്ടോ, ഒരു ഓക്കെയോ അല്ലെങ്കിൽ നോയൊക്കെ ഇട്ടു. മനസ്സിലായില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പറഞ്ഞു, കുഴപ്പമില്ല. ഐ കൻ എക്സ്പ്ലെയിൻ. നേരിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും ഒരു നിങ്ങളുടെ റെസ്പോൺസ് കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ.
അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വിചാരിക്കും അല്ലേ? ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം, എല്ലാവരും കൂടെ ഒന്ന് നോക്കിക്കോളൂ. എക്സ് ഒരാളുടെ പേര് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സ് ഹു ഹാഡ് സഫേർഡ് സീരിയസ് ഇഞ്ചുറീസ്. സീരിയസ് ഇഞ്ചുറീസ് പറ്റി അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യല്ല. വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ, ടേക്കൺ ടു എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ പക്ഷേ ബിക്കോസ് ഓഫ് നോൺ അവൈലബിലിറ്റി ഓഫ് ബെഡ്സ്, നമുക്ക് കൊറോണ പീരീഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. നോൺ അവൈലബിലിറ്റി ഓഫ് ബെഡ്സ് ഹി വാസ് നോട്ട് അഡ്മിറ്റ്. ഇവിടെ ബെഡ് ഇല്ല എന്നുള്ള വസ്തുത ഉണ്ട്. ബെഡ് ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല, പറഞ്ഞത് മാത്രമല്ല അത് വസ്തുത ശരിയായിരുന്നു, അഡ്മിറ്റ്. അതിനുശേഷം അയാൾക്ക് അത് കാരണം കുറെ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഇതിനകത്തേക്ക് വായിച്ചെടുക്കണം. അൾട്ടിമേറ്റ്ലി അയാൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം he approached the court for compensation. കോമ്പൻസേഷന് കോടതിയെ അപ്രോച്ച് ചെയ്യും. ഇങ്ങനൊരു വസ്തുത വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു വസ്തുതയുമായിട്ട് ഒരാൾ കേസുമായി വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ വക്കീലായിട്ട് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ. സോ ഇതിനകത്ത് പ്രധാനമായിട്ടും വേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് റീഡ് ആൻഡ് പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. എന്താണ് ഇതിലത്തെ വസ്തുത, എന്താണ് ഇതിലത്തെ ലീഗലായിട്ട് എന്താണ് ഇതിനകത്ത് പ്രശ്നം. ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം വരാമോ? ഇത് പ്രധാനമായിട്ടും നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം തന്നെയാണ്. അങ്ങനെ പറയാനുള്ള കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പേപ്പറിൽ തന്നെയാണ് വരുന്നത് കൊണ്ട് തന്നെ. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ലോയുടെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലാണോ ഏതിലാണോ എന്ന് കണ്ടുപിടിക്കൽ തന്നെ വലിയൊരു പാടാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന, ഒരാൾക്ക് ഇഞ്ചുറി പറ്റിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ട്രീറ്റ്മെന്റ് കിട്ടിയില്ല, അഡ്മിറ്റ് ചെയ്തില്ല. അതിന് അയാൾക്ക് കോമ്പൻസേഷൻ കിട്ടാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടാൻ വിഷമമുള്ള പ്രോബ്ലം എന്നുള്ള രീതിയിലാണ് മീര പറഞ്ഞത്, മറ്റുള്ളവരും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഏതിന്റെ കീഴിൽ വരുന്നത്? ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓർ മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടുക എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഏതെങ്കിലും അവകാശത്തിന്റെ ഭാഗമാണ് ആണോ? റൈറ്റ് ടു ലൈഫ്. യെസ്, താങ്ക് യു സർ, ഷാജി സർ. ഒരു എൽഡർലി പേഴ്സൺ ആണെന്ന് എനിക്ക് ഫോട്ടോയിലൂടെ മനസ്സിലാവും. എനിവേ താങ്ക് യു ഫോർ ദാറ്റ്. റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമാണ്. റൈറ്റ് ടു ലൈഫ് ഏതിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 21 പറയുന്നത്. പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പോഴ് ആ ഫണ്ടമെന്റൽ റൈറ്റ് ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവരെയും അറിയാം. ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് ആർട്ടിക്കിൾ 32 പ്രകാരമാകാം സുപ്രീം കോടതിയുടെ മുന്നിൽ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 226 ആകാം ഹൈക്കോടതിയുടെ മുന്നിൽ. റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് നമുക്ക് എൻഫോഴ്സ് ചെയ്യാവുന്ന അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 21 പറയുന്നത് ഇങ്ങനെയാണ്, no person shall be deprived of his life and personal liberty except according to the procedure established by law. നിയമം അനുവദിക്കുന്ന ഒരു പ്രൊസീജിയറിന് നടപടിക്രമത്തിനനുസൃതമല്ലാതെ ഒരാളുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും ഹനിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തുല്യം. പക്ഷെ ഇതിനകത്ത് എവിടെയും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ഇതിനകത്ത് എവിടെയും നമുക്ക് റൈറ്റ് ടു മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ഹെൽത്ത്, അതൊക്കെയാണ് ഇവിടെ വരുന്നത്. ട്രീറ്റ്മെന്റുമായിട്ട് വരും. ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാം. റൈറ്റ് ടു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓർ റൈറ്റ് ടു ഹെൽത്ത് ഇതിനകത്ത് വരുന്നില്ല. പിന്നെ അതിന്റെ ഭാഗമാണ് എന്നിപ്പോ ഷാജി സർ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ്? സർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹലോ, പറയാമോ? എങ്ങനെയാണത് ആർട്ടിക്കിൾ 21 ഭാഗമാണ് എന്ന് പറയാനുണ്ടായ കാരണം പറയാമോ? The government has the responsibility and duty to provide, to maintain a reasonable standard of life as well as life of citizens. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് ആർട്ടിക്കിൾ 21 അത് പറയുന്നില്ലല്ലോ. നമ്മളത് കണ്ടത് ഇങ്ങനെയാണ്. ഞാനത് കാണിക്കുകയും ചെയ്യാം.
വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്റെ? ഇല്ല സാർ, ബ്രേക്ക് ചെയ്യുന്നില്ല. ബ്രേക്ക് ചെയ്യുന്നില്ല. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ ആളെ ഒന്ന് സ്വന്തം നെറ്റ്വർക്ക് ഒന്ന് നോക്കണേ. യെസ്, ഓക്കെ. അപ്പോ പിന്നെ ഇപ്പൊ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വിദ്യാർത്ഥി, ഒരു കാൻഡിഡേറ്റിന് തോന്നുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യം. നമുക്ക് ആർട്ടിക്കിൾ 21 നേരിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി, ദാറ്റ് ഈസ് ഗുഡ് ഇനഫ്. അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പൊ ആരാ പറഞ്ഞത്, ഇംപ്ലൈഡ് എന്ന് പറഞ്ഞത് കറക്റ്റാണ്. ആർട്ടിക്കിൾ 21 ഭാഗമാണ് എന്ന് എനിക്കോ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലോ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലോ വക്കീൽ എന്നുള്ള നിലയിലോ ഒരാൾക്ക് തോന്നിയത് കൊണ്ട് മാത്രം അത് കോടതി അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ലീഗലി ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയി വരും. അപ്പൊ നമുക്ക് മാർക്ക് കിട്ടുന്ന രീതിയിൽ ഒരു ലീഗലി ശരിയായിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്യുന്നത് നേരിട്ട് ആ പ്രൊവിഷനിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അതിന് പറ്റിയ കേസുകൾ കണ്ടെത്തിയിരിക്കണം. കേസുകൾ എന്ന് പറഞ്ഞു. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ പറയും മറ്റുള്ള എല്ലാത്തിലും കേസുകൾ ഇമ്പോർട്ടന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് പേപ്പറിന്റെ കാര്യത്തിൽ, ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കേസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നൗ ഇതിലേക്ക് വരുമ്പോൾ, ഈ ഒരു മാറ്ററിലേക്ക് വരുമ്പോൾ, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നെടുത്ത് പറയാനുള്ള കാരണം ആർട്ടിക്കിൾ 21 അല്ലെങ്കിൽ പാർട്ട് 3 വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നത് ഗവൺമെന്റ് അതോറിറ്റീസിനെതിരെ മാത്രമാണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 12 പറഞ്ഞ സ്റ്റേറ്റ് അതോറിറ്റീസിനെതിരെയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ ഒരു ഹോസ്പിറ്റൽ, ഇൻസ്ട്രുമെന്റാലിറ്റി ഓഫ് ഗവൺമെന്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ കേസുകൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി. വിത്ത് യുവർ പെർമിഷൻ ഒരു ഹംബിൾ സജഷൻ നടത്തട്ടെ സാർ? സാർ, നമുക്ക് 35 പ്രോബ്ലം ഉണ്ട്. അപ്പൊ സാറ് ജസ്റ്റ് പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്തില്ല. ഞങ്ങൾക്ക് എല്ലാ പ്രോബ്ലം ഒന്ന് ഒരു ഹിന്റ് എങ്കിലും കിട്ടിയാൽ മതി സാർ. ഓക്കെ, അല്ല, ഈ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യണം എന്നും കൂടി കൂട്ടിയിട്ട് ഒന്നാമത്തത് പറയാം, ബാക്കിയെല്ലാം ഹിന്റ് പറയാന്നുള്ളതാണ് എന്റെ ഐഡിയ. പക്ഷെ എങ്ങനെയാണ് പ്രോബ്ലം അപ്രോച്ച് ചെയ്യേണ്ടത് കൂടി പറയുന്നത്. അല്ല സാർ, ക്ലാസ്സിൽ ഒന്നായി പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രോബ്ലം ചെയ്യാനായിട്ട് 2-3 ക്ലാസ് ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ ഫൈൻ, താങ്ക് യു സാർ. സാർ സോറി, എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഐ ഗോ ലൈക്ക് ഇറ്റ്. ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് ആയിരുന്നു, അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം ഇവിടെ പരിഗണിക്കേണ്ടത് ഇത് ഏത് പാർട്ടിൽ വരുന്നു എന്നുള്ളത്. ഏത് പാർട്ടിൽ വരുന്നു? പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. റെഡ് പെറ്റീഷൻസ് ആണ് ഫയൽ ചെയ്യാൻ പറ്റുന്നത്. റെഡ് പെറ്റീഷൻ ഫയൽ ചെയ്യണമെങ്കിൽ ഒരു ഗവൺമെന്റ് അതോറിറ്റി ആയിരിക്കും, സ്റ്റേറ്റ് ആയിരിക്കും. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഓക്കെ, ആ രീതിയിൽ കാര്യങ്ങൾ റെഡിയാണ്. അത് നമ്മൾ അതിനകത്ത് സൂചിപ്പിച്ചിരിക്കും. പിന്നെ വരുന്ന ആർട്ടിക്കിൾ 21 നമ്മുടെ പ്രിപ്പറേഷനിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നതാണ്. ഒരു വക്കീലാണെങ്കിൽ വക്കീലിന്റെ ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നത് ആർട്ടിക്കിൾ 20. അപ്പൊ ആർട്ടിക്കിൾ 21 വരുന്ന കേസസ് ഓർത്തെടുക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ അതിന് അത്യാവശ്യമായിട്ടുള്ള ഇൻട്രൊഡക്ടറി മേ ബി ലൈക്ക് ദിസ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് പേരെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുള്ളവരുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ തന്നെ 3 കോഴ്സിലേക്കും 5 കോഴ്സിനും ഫസ്റ്റ് ആയിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവര് പലപ്പോഴും എങ്ങനെ പ്രോബ്ലം അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, ഐ കൺസിഡർ ദിസ് ഓൾസോ. അപ്പൊ പ്ലീസ് എക്സ്ക്യൂസ് മീ വിത്ത് ദിസ്. താങ്ക് യു. അറിയുന്നവര് മിസ്റ്റർ ജഗദീഷ് ഒന്നിങ്ങനെ ഇതുമായിട്ട് സാർ കുഴപ്പമില്ല. ഞാൻ കാരണം 2 മണിക്കൂർ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് സാറിനും. ഓക്കെ, പക്ഷെ ഞാനിത് 25 പ്രോബ്ലംസ് എല്ലാം ഞാൻ അതിനകത്തുള്ള താങ്ക് യു. ഞാൻ എല്ലാവരെയും കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കാണുന്നെന്ന് പറഞ്ഞാൽ പിന്നെ ആർട്ടിക്കിൾ 21 ഇത് വരുന്നു പറഞ്ഞു. ആർട്ടിക്കിൾ 21 വരുന്നു പറയുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 21 കുറച്ച് പഠിച്ചിട്ട് തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. റൈറ്റ് ടു ഹെൽത്ത്, റൈറ്റ് ടു മെഡിക്കൽ അസിസ്റ്റൻസ് ആർട്ടിക്കിൾ 21 ഭാഗമാണെന്ന് പറഞ്ഞ കേസുകളുണ്ട്. അത് ആർട്ടിക്കിൾ 21 ഒരു മിനിമം നമ്മൾ അനിൽ കെ നായരാണെങ്കിൽ പോലും, ഞാൻ അങ്ങനെ പറയാം, അനിൽ കെ നായരാണെങ്കിൽ പോലും അതിനകത്ത് ഈ കേസസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഓർമ്മ വരണം, അത് വരണം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി ബെഡ് കിട്ടാത്തൊരു കേസ് നമുക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കേസസ് നോക്കുക. ഒന്ന്, റൈറ്റ് ടു മെഡിക്കൽ അസിസ്റ്റൻസ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറയുന്ന കേസും. ആ കേസ് അറിയാമോ? പിന്നെ പരമാനന്ദ ഖത്താർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതൊന്ന് നോട്ട് ചെയ്തു. പരമാനന്ദ ഖത്താർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ.
കാണാമോ? അതിപ്പോ കാണാമോ? ഒരു സ്ക്രീൻ കാണാമോ? പരമാനന്ദ കാണാമോ? ഓക്കെ. അപ്പൊ പരമാനന്ദ ഖത്താർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിലാണ് റൈറ്റ് ടു മെഡിക്കൽ അസിസ്റ്റൻസ് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രോബ്ലമാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മെഡിക്കൽ അസിസ്റ്റൻസ് ഇതിന്റെ ഭാഗമാണെന്ന് മാത്രമല്ല, ഇത് ഇങ്ങനെ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യം കൂടി ഇവിടെ ചോദിച്ചു. അപ്പൊ റൈറ്റ് ഉണ്ടെന്ന് നമ്മൾ പറയണം, അതിന് കോമ്പൻസേഷൻ കിട്ടാനുള്ള അവകാശം ഉണ്ടെന്ന് നമ്മൾ പറയണം. അപ്പൊ കോമ്പൻസേഷൻ കിട്ടാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞ കുറെ കേസുകളിൽ ഒരു കേസാണ് ഞാനിവിടെ സ്ക്രീനിൽ ഇട്ടിരിക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേസസ് ശ്രീമതി നീലാബതി ബെഹ്റ, അലിയാസ് എന്നുള്ളത് വേണ്ട, ബെഹ്റ എന്ന് മാത്രം നിർത്താം, ഓർത്തിരിക്കാൻ വിഷമമായിരിക്കും കൂടുതൽ. നീലാബതി ബെഹ്റ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പോളിസി. സൈറ്റേഷൻ വേണ്ടല്ലോ, സൈറ്റേഷൻ ഒന്നും ഓർത്തിരിക്കണം നിർബന്ധമില്ല, പഴയ കേസാണ്. പക്ഷെ ദിസ് ഇസ് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് കേസസ് ഇൻ വിച്ച് ദിസ് ഹസ് ബീൻ സ്റ്റേറ്റഡ്. അപ്പൊ നമുക്ക് രണ്ട് ആസ്പെക്ട്സ് ആണുള്ളത്, 2 ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ്? വെദർ റൈറ്റ് ടു മെഡിക്കൽ അസിസ്റ്റൻസ് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് കാര്യമുള്ളൂ. സെക്കൻഡ് വൺ ഇസ് ഇഫ് ദർ ഈസ് എ വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്, ഈസ് ദർ എ റൈറ്റ് ടു ഗെറ്റ് കോമ്പൻസേഷൻ? ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിനുള്ള ആൻസർ നമ്മൾ കണ്ടെത്തുന്നത് ഈ കേസുകളിലാണ്. ഒന്ന് പരമാനന്ദ ഖത്താറിൽ പറഞ്ഞിരിക്കുന്നു റൈറ്റ് ടു മെഡിക്കൽ അസിസ്റ്റൻസ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പൊ ഇവിടെ മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടിയില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, അതായത് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള മെഡിക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടിയില്ല. അപ്പോൾ അത് റൈറ്റിന്റെ വയലേഷൻ. ആ റൈറ്റിന്റെ വയലേഷൻ ആയിക്കഴിഞ്ഞാൽ അതിന് ഗവൺമെന്റ് കോമ്പൻസേഷൻ കൊടുക്കാൻ ലയബിൾ ആണ്, ബാധ്യതയുണ്ട് എന്ന് പറയുന്ന കുറെ കേസുകളിൽ ഒരു കേസ്, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും തുടക്കകാലത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും നടന്ന ഒരു കേസാണ് നീലാബതി, ശ്രീമതിയും കൂടി നമുക്ക് കളയാം, നീലാബതി ബെഹ്റ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഒറീസ ആൻഡ് അനദറും കളയാത്ത കാലം. അപ്പോൾ നീലാബതി ബെഹ്റ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഒറീസ. അപ്പൊ ഈ 2 കേസുകൾ നിങ്ങൾ ഓർത്തു വെക്കുകയാണെങ്കിൽ you will be awarded with a handsome mark. പക്ഷെ ഇവിടെ കഴിഞ്ഞില്ല. ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ ചെയ്ത് പരിചയക്കുറവുണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് പ്രോബ്ലം ക്വസ്റ്റ്യന്റെ ഭാഗങ്ങൾ ഉണ്ടാകേണ്ടതും കൂടി പറയാം. ഓരോന്നിനും ഇത് പറയേണ്ട കാര്യമില്ല, ഒരു പ്രോബ്ലത്തിന് മാത്രം പറഞ്ഞാൽ മതി, മറ്റേതിലൊക്കെ ഹിന്റ് പറഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ വരുമ്പോൾ 4 ഭാഗങ്ങളായിട്ട് എഴുതുന്നതായിരിക്കും ഐഡിയൽ. അതിനങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി സെറ്റ് സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. പക്ഷെ ആസ് എ ടീച്ചർ, ആസ് എ വാല്യൂ ചെയ്യുന്ന ഒരാള്, അല്ലെങ്കിൽ കുറച്ച് ലോകം മനസ്സിലാവുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെ ഒപ്പീനിയൻ ഇങ്ങനെയാണ്. പലപ്പോഴും ഞങ്ങളുടെ കൊളീഗ്സ് ആയാലും എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഹാവ് ഫാക്ട്സ് ഓഫ് ദി കേസ്, ഫാക്ട്സ് ഓഫ് ദി പ്രോബ്ലം എന്ന് പറയും. അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്താൽ പോലും കുഴപ്പമില്ല, ഫാക്ട്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ഉള്ള ഒരു കാര്യം യു ക്യാൻ റീപ്രൊഡ്യൂസ്. അത് അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന, അതിനകത്ത് വലിയൊരു എഫേർട്ട് വരുന്നില്ല. അതിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൺഫ്യൂഷൻസ് ഒന്നും നമുക്കില്ല. ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഫാക്ട് ആയിട്ട് എഴുതുന്നു, എക്സ് ഹു സഫേർഡ് സീരിയസ് ഇഞ്ചുറീസ് വാസ് ടേക്കൺ ടു ഹോസ്പിറ്റൽ ബട്ട് ബിക്കോസ് ഓഫ് നോൺ അവൈലബിലിറ്റി ഓഫ് ബെഡ്സ് ഹി വാസ് നോട്ട് അഡ്മിറ്റഡ്. ഹി അപ്രോച്ച്ഡ് സുപ്രീം കോർട്ടിന് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവുമായിരിക്കും, കോർട്ട് ഫോർ കോമ്പൻസേഷൻ. അത്രയാണ് അതിന്റെ വസ്തുത, കേസിന് ആസ്പദമായ സംഭവം. അതിനുശേഷം രണ്ടാമത്തെ ഭാഗം, അതാണ് പാർട്ട് നമ്പർ 1. പാർട്ട് നമ്പർ 1 എന്നോടുള്ള ഫാക്ട്സ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ശരിക്കും നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്ത് വരുന്നത്. നിങ്ങൾ അസസ് ചെയ്യുന്ന ഭാഗം അവിടെയാണ് വരുന്നത്. ഇതിൽ നിന്നും യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, അത് നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് എ മാറ്റർ റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ. അതിപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ പേപ്പർ ആയിട്ട് കുഴപ്പമില്ല. ദിസ് ഇസ് എ മാറ്റർ റിലേറ്റഡ് ടു ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് ദിസ് ഇസ് എ മാറ്റർ റിലേറ്റിംഗ് ടു ആർട്ടിക്കിൾ 20. അതിന് പ്രിപ്പറേഷൻ ആവശ്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ്. വെദർ റൈറ്റ് ടു മെഡിക്കൽ അസിസ്റ്റൻസ്, ഇവിടെ റൈറ്റ് ടു മെഡിക്കൽ അസിസ്റ്റൻസ് ആണ്, ബെഡ് കിട്ടുന്ന ഒരു കാര്യമാണ്. കൊറോണ സമയത്ത് ആ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അതും കൂടി വെച്ചിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്ന് തോന്നുന്നു. ഇതാണെങ്കിൽ പഴയതാണെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ. അപ്പൊ വെദർ റൈറ്റ് ടു മെഡിക്കൽ അസിസ്റ്റൻസ് ഈസ് പാർട്ട് ഓഫ് ആർട്ടിക്കിൾ 21 അല്ലെങ്കിൽ ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 21. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇഷ്യൂ നമ്പർ 1. ഇഷ്യൂസ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. ഇഷ്യൂസ്. രണ്ടാമത്തെ ഇഷ്യൂ എന്താ? ഇഷ്യൂ നമ്പർ 1 is whether right to medical assistance is
part of right to life and personal liberty under Article 21 of the Constitution. Issue number 2. And then issue number 2. Whether a citizen, a person is entitled to get compensation for violation of his fundamental right under Article 21. ഇതാണ് ലീഗലായിട്ട് ഉണ്ടായിരിക്കുന്ന രണ്ട് ഇഷ്യൂസ്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയും, ഒരു വാല്യൂ ചെയ്യുന്ന ഒരാളെന്നുള്ളതിൽ ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന്, ഒരു എക്സാം കാൻഡിഡേറ്റ്, ഒരു സ്റ്റുഡൻറ്റിന് അതിനകത്തുള്ള ലീഗൽ ഇഷ്യൂ പ്രോപ്പർലി മനസ്സിലായോ എന്ന് ഈ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ മനസ്സിലാവും. നിങ്ങളത് പ്രോപ്പർലി ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് പ്രോപ്പർലി അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് യു ഹാവ് പ്രോപ്പർലി അണ്ടർസ്റ്റുഡ് ദ ലീഗൽ സിറ്റുവേഷൻ. അതാണ് ശരിക്കും ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ നിന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ഹാവ് 2 questions, 2 issues. താരതമ്യേന അത്ര വലിയൊരു ഭാഗമൊന്നും അതിനകത്ത് വരുന്നില്ല. പക്ഷെ ആദ്യം ഫാക്ട് മനസ്സിലാക്കുക, ആലോചിച്ചിട്ട് കുറച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആലോചിച്ചതിന് ശേഷം മാത്രമാണ് കുറച്ച് ആലോചിക്കാം. യു കൻ അപ്ലൈ യുവർ മൈൻഡ് in title and apply your mind and come out with these questions. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യണം. അനാലിസിസ് ആയിരിക്കാം തേർഡ് പാർട്ട് ഓഫ് യുവർ പ്രോബ്ലം ആൻസർ. അനാലിസിസ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞ ലൈഫ് പേഴ്സണൽ ലിബർട്ടി ആണ്, ആയിട്ടാണ് ഇതിൽ പെറ്റീഷൻ ഫയൽ കേസ് കൊടുത്തിട്ടാണ് പിന്നെ ഇതിന് നമ്മൾ എന്ത് കിട്ടുന്നത്, ഇതിന് പിന്നെ ഇത് കിട്ടുക, പിന്നെ എന്ത് പറയാ, ഇതിന് റെമഡി കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം. അതിനുശേഷം നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 21 ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതിനകത്ത് റൈറ്റ് ടു മെഡിക്കൽ അസിസ്റ്റൻസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദ ഹോണറബിൾ സുപ്രീം കോർട്ട് ഇൻ ദ കേസ് പരമാനന്ദ ഖത്താർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഹാസ് ഇന്റർപ്രറ്റഡ് ദ വേർഡ് റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് ടു ലൈഫ് to include medical assistance also. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ ആർട്ടിക്കിൾ 21 നമ്മൾ എത്ര തവണ വായിച്ചു കഴിഞ്ഞാലും അതിനകത്ത് മെഡിക്കൽ അസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അസിസ്റ്റൻസ് ഉണ്ട്. ഈ കോൺസെപ്റ്റിന്റെ ഭാഗമാണ് മെഡിക്കൽ അസിസ്റ്റൻസ് എന്ന് പറയാൻ ഏറ്റവും അധികാരമുള്ള സുപ്രീം കോടതിക്കാണ്. സുപ്രീം കോടതി പറഞ്ഞ കേസാണ് പരമാവധി. അപ്പൊ നമ്മുടെ അനാലിസിസ് പാർട്ടിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് will include this discussion and you will analyze and you will say that the Honorable Supreme Court has interpreted in the case Paramananda Qatar versus Union of India that the right to medical assistance and health is part of Article 21. And so here, as a person has approached a government hospital, which is a state under Article 12, and as he is not given any assistance to there, for non-availability of beds, this is a violation of his life and personal liberty under Article 20. That is first part of the analysis. Analysis എന്നാണ് ഹെഡിങ്ങിന്റെ ഫസ്റ്റ് പാർട്ട്. ഫസ്റ്റ് പാരഗ്രാഫ് തൊട്ട് താഴെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനെ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ കോമ്പൻസേഷൻ കിട്ടാനുള്ള അവകാശമുണ്ടോ? അത് എടുത്തു പറയേണ്ടതാണ്. മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം എടുത്തു പറയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കേസുകളുണ്ട്. റുദൽ ഷാ എന്നൊക്കെ പറയുന്ന കുറെ കേസുകൾ. നമ്മൾ അങ്ങനെ അത്ര ഹിസ്റ്ററിയിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്ന റുദൽ ഷായുടെ കേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, നീലപതി ബെഹ്റയുടെ കേസ് പറയാം, അങ്ങനെ കുറെ കേസുകൾ പറയാം. ബട്ട് ഐ വിൽ ജസ്റ്റ് കോട്ടഡ് വൺ ഓഫ് ദി കേസസ്. അപ്പോ അതിനുശേഷം നമ്മൾ അനാലിസിസിന്റെ അടുത്ത പാർട്ടിൽ പറയുന്നത് റൈറ്റ് ടു ഗെറ്റ് കോമ്പൻസേഷൻ. ഒരു പബ്ലിക് ലോ റെമഡി എന്ന് പറയും. പബ്ലിക് ലോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിക് ലോ ആണ്, ജനറൽ ലോ ആണ്. അങ്ങനെ ആ രീതിയിലാണ്. ആ പബ്ലിക് ലോയുടെ ഒരു വയലേഷൻ, ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കോമ്പൻസേഷൻ കൊടുക്കണം, ഗവൺമെന്റ് കൊടുക്കണം. അത് കിട്ടാനുള്ള അവകാശം ഒരാൾക്കുണ്ട് എന്ന് പറഞ്ഞ നിരവധി കേസുകളുണ്ട്. അതിനകത്തുള്ള ഒരു കേസാണ് നീലാപതി ബെഹ്റ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഒറീസ. അതാണ് നമ്മൾ അനാലിസിസിന്റെ സെക്കൻഡ് പാർട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഫോർത്ത് പാർട്ട് ഓഫ് യുവർ ആൻസർ, ഡിസിഷൻ. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഫോർഗോയിങ് ഡിസ്കഷൻ ആൻഡ് ഓൾസോ ഇൻ ദ ലൈറ്റ് ഓഫ് the cases Nilapati Behra and Nilapati Behra versus State of Odisha and what Paramananda Qatar versus State of Union of India, it can be decided, it is decided that there is a violation of right to life under Article 21 by not providing medical assistance to a person by a government hospital, and he is entitled to get compensation
as provided under this particular case. Nilabadi Bara versus State of Odisha and many other cases. അതാണ് നമ്മുടെ ഡിസിഷൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എസ് എഴുതുന്നതിൽ നിന്നും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ എഴുതുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മളൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. എൻ്റെ ഒരു സെൻസ് വെച്ചിട്ട് പലപ്പോഴും ഞങ്ങളുടെ ഒരു സെൻസ് വെച്ച് അത് വെച്ചിട്ട് ഇങ്ങനെ 4 ഭാഗങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ ഭാഗം അധികം വലിയ ക്രിയേറ്റിവിറ്റിയുടെ കാര്യമില്ല, ഇതിനകത്ത് സംഭവമുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് നല്ല ക്രിയേറ്റിവിറ്റി വേണം. അത് പ്രോബ്ലം മനസ്സിലാക്കി നമ്മുടെ ഒരു ലീഗൽ ഇഷ്യൂ 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, കൂടുതലാകാം, ഒരെണ്ണമെങ്കിലും ഉണ്ടാകും. അങ്ങനെ ആകുമ്പോഴല്ലേ ഒരു പ്രോബ്ലം ഉള്ളൂ. അങ്ങനെ നോക്കിയിട്ടാണ് തരുന്നത്. ഒരു ലീഗൽ ഇഷ്യൂ എങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഫോമിൽ തന്നെ ഉണ്ടാവും. പലരും എഴുതുന്നത്, ഞാൻ കുറെ വർഷമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എല്ലാ പേപ്പേഴ്സും വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. എല്ലാ വർഷവും കുറെ വർഷമായിട്ട് വർഷത്തിൽ 2 തവണ 2 സെറ്റ് വാല്യൂ ചെയ്യുന്നതാണ്. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പലരും ഒരു പാരഗ്രാഫ് ഇങ്ങനെ എഴുതി വെച്ചില്ല. ഒരാൾ പോയി ഒരാൾ ഹോസ്പിറ്റലിൽ പോയി വീട്ടിൽ അങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് എഴുതി വെക്കുന്നത്. അല്ല, ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ഇൻ എ ക്വസ്റ്റ്യൻ മോഡൽ. ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന ഒരു സാധനമാണ്. വാട്ടോ, വിച്ചോ, വെദറോ, ഹൗവോ എങ്ങനെയെങ്കിലും വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വെദർ ഇറ്റ് ഈസ് വയലേഷൻ ഓഫ്, അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ ആകാം, ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ അനാലിസിസ്. ദാറ്റ് ഇസ് എ ലീഗൽ അനാലിസിസ്. സത്യം പറയുകയാണെങ്കിൽ ഒരു വക്കീൽ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. തേർഡ് പാർട്ടിൽ നമുക്ക് അനാലിസിസ്. അനാലിസിസ് എപ്പോഴും നമ്മൾ കേസസ് ഓർത്തി വയ്ക്കാൻ നിർബന്ധമില്ല, ഓർമ്മ വരണം നിർബന്ധമില്ല. ഓർമ്മയില്ലെങ്കിൽ നമുക്കിപ്പോൾ മേനക ഗാന്ധിയുടെ കേസ് ആണെങ്കിൽ മേനക ഗാന്ധി വേഴ്സസ് ആരായിരുന്നു അത് മറന്നു. മേനക ഗാന്ധീസ് കേസ് എഴുതിയാൽ മതി. ഇനി ഒന്നും ഓർമ്മ വരുന്നില്ലെങ്കിൽ ഇന്ന ഇമ്പോർട്ടന്റ് കേസ് എന്നെങ്കിലും എഴുതിയാൽ മതി. മേനക ഗാന്ധി എന്ന് പോലും ഓർമ്മ വരുന്നില്ലേ, തീർച്ചയായിട്ടും വാല്യൂവർ വിൽ നോട്ട് ദാറ്റ് വിൽ ബി ഗിവൻ ക്രെഡിറ്റ്. ഇനി കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഓർമ്മയില്ല, കേശവാനന്ദ ഭാരതീസ് കേസ് എന്ന് എഴുതിയാൽ മതി. ഇനി ഒന്നും ഓർമ്മയില്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടന്റ് കേസ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ ആ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ അതുപോലെ. നിരവധി ബെഹ്റ എന്ന് ഓർത്തില്ല, ഒരു കേസ് മാത്രം ഓർമ്മയുള്ളപ്പോൾ ആ കേസ് മാത്രം വെക്കും. കേസുകൾ ഇല്ല എന്ന് വിചാരിച്ച പ്രശ്നമില്ല. ചിലത് കറക്റ്റ് കേസുകൾ ഇല്ലാത്ത പ്രോബ്ലംസും ആൾക്കാർ ഇടാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. അതിന്റെ പ്രൊവിഷൻ ഓഫ് ലോ ഓർമ്മിട്ട് മതി. സോ എങ്ങനെയാണ് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്, അതിന്റെ ഭാഗങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് ഓരോന്നിനും പറയേണ്ട കാര്യമില്ല, ഒന്നാമത്തേന് മാത്രമേ നമ്മൾ ഇത്ര പറയുന്നുള്ളൂ. രണ്ടാമത്തെ മുതൽ നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് പോകും. വിൽ കവർ ഹൗ മച്ച് പേജ് റിക്വയർഡ് ഫോർ പ്രോബ്ലം പേപ്പേഴ്സ്. അങ്ങനെ നമുക്കൊരു ക്വാണ്ടിറ്റി പറയാൻ പറ്റില്ല. ചിലവരൊക്കെ കുറെ ഇങ്ങനെ എഴുതി വെക്കുന്നതാണ്. ചിലവർ എഴുതി വെക്കുന്നത് ശരിക്കും ഞാൻ ഒന്നും ഒരു ചാടയില്ലാതെ പറയുകയാണെങ്കിൽ ഡിസിഷൻ ഓഫ് ദി കേസ്, ജഡ്ജ്മെന്റ് ഓഫ് ദി കേസ്, പിന്നെ അതിനുള്ള വേറെയും കുറെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ 3-4 കാരണമൊക്കെ എഴുതുക. എന്താണ് അതിന്റെ അർത്ഥം എനിക്ക് ഇവര് മനസ്സിലായിട്ടില്ല. പിന്നെ ഇതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന ഒരു കാര്യം മൈ ഒപ്പീനിയൻ ആഡ് ചെയ്യാം. ഈ പറയുന്ന സുപ്രീം കോടതി ഡിസിഷനുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പിന്നെ യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജനഗണമന പാടേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഡിസിഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സുപ്രീം കോടതി പറഞ്ഞ രീതിയിൽ ഡിസിഷനൊക്കെ എഴുതിയതിനു ശേഷം വേണമെങ്കിൽ യു ക്യാൻ ഓൾസോ ഒരു ചെറിയൊരു പാരഗ്രാഫ് ആയിട്ട് ആഡ് ചെയ്യാം. മൈ ഇങ്ങനെ നിന്ന കാരണം കൊണ്ട് സുപ്രീം കോടതിയുടെ ഡിസിഷനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പേജ് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. മേ ബി 2 പേജ്, 2 പുറം. പേജ് എന്ന് പറഞ്ഞാൽ പുറന്നാണ് കേട്ടോ. ഒരു പേജ് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് മറിക്കുമ്പോൾ 2ാമത്തെ പുറം എന്നുള്ളതാണ്. 2 പേപ്പർ അല്ല, 2 പുറം അല്ലെങ്കിൽ ഒരു 3 പുറമൊക്കെ തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ് എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ തന്നെയാണ് എല്ലാ നമ്മുടെ കൊളീഗ്സും ഒക്കെ വാല്യൂ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ദാറ്റ് വിൽ ഡിപ്പെൻഡ്. നമ്പർ ഓഫ് പേജസ് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു 2 to 3 pages will be ഒരു എസ്സേ പോലെ അത്ര അധികം കൂടെ തോന്നുന്നു. യെസ്, ആ പരമാനന്ദ കേസ് പറഞ്ഞത് ഇയർ 2015 ആണോ 19 ആണോ? ആ പരമാനന്ദ കത്താറിന്റെ ഡിസ്കഷൻ അത്രയും പുതിയതല്ല. അത് 2000 പോലും അല്ല, 1990 എത്രയിലോ ആണെന്നാണ് എന്റെ ഓർമ്മ. ഇയർ ഞാൻ ഓർക്കുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. ഐ ഡോണ്ട് റിമെമ്പർ ദ ഇയർ. ഇയർ വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് അറിയിക്കാം. എനിക്ക് ഞാനത് എടുത്തിട്ടില്ല. സാധാരണ അങ്ങനെ എഴുതേണ്ട വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ അത് 1990s കേസ് പറയാൻ കാരണം ഞാൻ LLBക്ക് പഠിക്കുമ്പോഴും ഞാൻ ഈ കേസ് എഴുതിയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് 1990-കളിലാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. 2000-കളിലല്ല, 90-കളിലെങ്കിലും ഉള്ള കേസാണ്. 90-കളിലെ ആദ്യം വന്ന കേസാണ് എന്റെ ഓർമ്മ. ഓക്കെ, എക്സാക്ട് ഇയർ ഐ മേ ഹാവ് ടു സീ. ഓക്കെ,
അപ്പൊ അങ്ങനെയാണ് ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ പേജ് എന്ന് പറഞ്ഞാൽ 2-3 പേജ് വേണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് ഇപ്പം ഒരു രണ്ട് ഇഷ്യൂസ് ആണെങ്കിൽ കുറച്ച് ഇത്ര ഏരിയ മതിയാവും. മറിച്ച് ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളെങ്കിൽ അതിന് കുറച്ചും കൂടി കുറവ് ക്വാണ്ടിറ്റി മതിയായിരിക്കും. ചിലപ്പോൾ 3 ഇഷ്യൂസ് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നീളം കൂടാം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. 2 to 3 pages എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. Would that be all right? ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഈ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ എഴുതുന്നതിനെ കുറിച്ച് പറയണം. ഇനിയുള്ള നമുക്ക് ഹിൻസ് പറഞ്ഞു പോകും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ ഒരു ചാറ്റ് ബോക്സിലെങ്കിലും നിങ്ങളുടെ റെസ്പോൺസ് ഇട്ടോളൂ. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിച്ചോളൂ. ആരോ എന്തോ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സംഭവം ഇട്ടതായിട്ട് കണ്ടു. If the same situation as in first question happens in a private hospital, what will be the stand? Private hospital ആണെങ്കിൽ ഗവൺമെന്റ് ഈസ് നോട്ട് ലയബിൾ. ഉള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഗുഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് കൺഗ്രാചുലേഷൻസ് ഫോർ ദാറ്റ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് സ്റ്റേറ്റിന്റെ കീഴിൽ വരും. സ്റ്റേറ്റിന്റെ കീഴിൽ വരില്ലെങ്കിൽ തന്നെ ഗവൺമെന്റിന് അതിന് ലയബിലിറ്റി വരും. അതിന് വേറെ ഏതെങ്കിലും നിയമപ്രകാരം നമുക്ക് വേണമെങ്കിൽ ലയബിലിറ്റി കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. പക്ഷെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള ഈ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. റെമഡി ഇല്ല എന്നുള്ളതല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അവൈലബിൾ ആണ്. ആർട്ടിക്കിൾ 12 കീഴിൽ വരാത്ത പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അതാണ് അതിന്റെ ഉള്ള ഒരു റെസ്പോൺസ് ആയിട്ട് പറയാം. Would that be all right? Mary Sebastian. Anyway, it's good that you are asking questions. Mary, should I explain it further? It's all right, sir. Thank you. Is that fine? Yes, it's clear. Okay. So, അപ്പൊ നമ്മള് ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ആൻസർ ഒന്ന് പറയാം. ഇതിന്റെ ഹിന്ദാണ് ഇതുള്ളത്. പരമാനന്ദ ഖത്താർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് നീലാപതി ബെഹ്റ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പോലീസ്. ഈ 2 കേസുകളാണ് അവിടെ വരുന്നത്. ഓക്കെ, ഫൈൻ. നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകും. അടുത്ത പ്രോബ്ലം മുതൽ നമ്മൾ ഇങ്ങനെ എല്ലാം പറയുന്നില്ല, ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു പോകും. രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. പ്രോബ്ലം 2 on the screen. I invite your attention to the screen, please. A rule which provided for appointment of lady principal or a lady teacher or a lady superintendent in a women's college was challenged as violative of Article 14 of the Constitution. Decide. ഇതിനകത്ത് കുറെ ക്ലാരിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ ആർട്ടിക്കിൾ 21 എന്നൊന്നും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ആർട്ടിക്കിൾ 14 ആണെന്ന് ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് യൂസ്ഫുൾ. ഓക്കെ, ഇതിനകത്ത് എന്താ സംഭവം, എന്താ പ്രശ്നം? ആർക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? റെസ്പോണ്ട് ചെയ്യോ ആരെങ്കിലും? ഇക്വാലിറ്റിയുടെ എക്സെപ്ഷൻ ആയിട്ട് ഒരു വിമൻസിന്റെയും ബാക്ക്വേർഡ് ക്ലാസിന്റെയും ഒക്കെ ഉള്ള റിസർവേഷൻസ് അതുപോലുള്ള. Okay, good. I said legislation, not class discrimination. Okay. അപ്പൊ ശരിയാണ്, ഇക്വാലിറ്റിയോട് ബന്ധപ്പെട്ടാണ് നമുക്ക് മനസ്സിലായി. ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 40 to 18 5 പ്രൊവിഷൻസ് ആണ് ഇക്വാലിറ്റിയെ കുറിച്ച്. 14 പറയുന്നത് 15, 16, 17 and 18. ഓക്കെ, നമുക്കറിയാം. അപ്പൊ ഇതിനകത്ത് ആർട്ടിക്കിൾ 14 വയലേഷൻ ആണോ എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 14 കീഴിൽ വരുന്നതാണെന്ന് നമുക്ക് പറയാം. 15 and 16, 17 and 18 ഓൾസോ. ആർട്ടിക്കിൾ 14 ആണ് ജനറൽ റൂൾ. അപ്പൊ ഒരു ലേഡി ജെൻഡർ ബയസ് ജെൻഡർ ഇത് ഒരു ലേഡിയുടെ പിന്നെ ഇതിലല്ലേ പിന്നെ ഫേവറബിൾ ആയിട്ട് വരുന്നത് പോലെ തോന്നില്ലേ? ഒരു വിമൻസ് കോളേജില് ലേഡി പ്രിൻസിപ്പൽ തന്നെ വേണം നിർബന്ധമുണ്ടോ? ഇസ് ദാറ്റ് റീസണബിൾ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? No. നിർബന്ധമില്ല. ആർക്കും നിർബന്ധമില്ല. It is reasonable. It is reasonable. Mr. Harris feels otherwise. No, നിർബന്ധമില്ല. നിർബന്ധമില്ല എന്ന് പറഞ്ഞു. നിർബന്ധമില്ല. ഇവിടെ അത് കമ്പൽസറി അങ്ങനെ വേണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരു റൂള് പറയുന്നു, ഒരു വിമൻസ് കോളേജിൽ ലേഡി പ്രിൻസിപ്പൾ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ലേഡി ടീച്ചേഴ്സ് മാത്രമേ ആവാൻ പാടുള്ളൂ എന്ന് പറയുന്നത് തെറ്റുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ വളരെ ജനറലി സ്പീക്കിംഗ് വിമൻസ് കോളേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ തെറ്റാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ പുതിയ നമ്മുടെ കേരളത്തിൽ തന്നെ വിമൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ കേൾക്കുന്നത് ഇനി തൊട്ട് ബോയ്സ് സ്കൂളും ഗേൾസ് സ്കൂളും പാടില്ല, അത് മാറ്റണം എന്ന് പറയുന്ന രീതി അങ്ങനെയുള്ള കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് വിമൻസ് സ്കൂളും ഗേൾസ് സ്കൂളും പാടില്ല, രണ്ടും ഒരുമിച്ചാക്കണം. ആണ്. മിക്സ്ഡ് കോളേജൊക്കെ വേണമെന്നൊക്കെ പറയുന്നത്. നമുക്ക്
തൽക്കാലം അങ്ങനെയുള്ള ജനറൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ ഇതിലേക്ക് വരും. ഇവിടെ വേണമെങ്കിൽ രണ്ട് അപ്രോച്ച് ഉണ്ട്. ഞാൻ ഒരു അപ്രോച്ച് പറയാം. ഒന്ന്, വിമൻസ് കോളേജ് ഉണ്ടാവുന്നതിൽ തെറ്റില്ല. കാരണം ആർട്ടിക്കിൾ 15 ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. 14 ഭാഗമായിട്ട് വരുന്നത്. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ആണ്. ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് 15 പറയുമ്പോൾ അത് ഇക്വാലിറ്റിയുടെ ഭാഗം തന്നെയാണ്. 15 പറയുന്നു റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. സെക്സ് എന്നും പറയുന്നുണ്ട്, പ്ലേസ് ഓഫ് ബർത്ത്. ഇതിന്റെ കാര്യത്തിൽ നിന്നും ഡിസ്ക്രിമിനേഷൻ പാടില്ല. പക്ഷെ 15(2) കഴിഞ്ഞ് 15(3) പറയുന്നു പക്ഷേ there can be special provision for women and children ആകാം എന്ന് പറയും. 15(3). ഗുഡ്. സുൽഫത്ത് സൂപ്പർ, വെരി ഗുഡ്. അത് തന്നെയാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയും ചെയ്തു. 15(3) പോയി. അതുകൊണ്ട് തന്നെ വിമൻ, ബോയ്സിന് മാത്രമായിട്ട്, മെന്നിന് മാത്രമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മുഴുവൻ ജസ്റ്റിഫൈഡ് ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു there can be special provision for women and children. ചിൽഡ്രൻ ആകാം, വിമനും ആകാം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ലേഡീസ് കോളേജ് ഉണ്ടാകാം. അങ്ങനെ ലേഡീസ് കോളേജ് ഉണ്ടാകുമ്പോൾ അവിടെ ലേഡി പ്രിൻസിപ്പൽ വേണം, അല്ലെങ്കിൽ ലേഡി ടീച്ചർ വേണം, അല്ലെങ്കിൽ ലേഡി സൂപ്രണ്ടന്റ് വേണം എന്ന് പറയുന്നത് റീസണബിൾ ആണെന്ന് ആർഗ്യൂ ചെയ്യാം. യു ക്യാൻ റൈറ്റ് യുവർ എക്സാം യുവർ ആൻസേഴ്സ് ഇൻ ദാറ്റ് ഫാഷൻ. അപ്പൊ നമ്മൾ ഫാക്ട്സ് എഴുതുന്നു. എന്തായിരിക്കും ഇഷ്യൂ? വെദർ the rule providing for compulsory appointment of lady principal, teacher or superintendent in a women's college is violative of Article 14. ഒരു ഇഷ്യൂ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മള് അതിന്റെ അനാലിസിസിൽ നമ്മൾ 14 പറയണം. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെങ്കിലും വിമൻ ആൻഡ് ചിൽഡ്രന് സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ടാകാം എന്ന് പറയുന്നു. ഈ രീതിയിലാണ് പറയാവുന്നത്. കൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കോളേജുകളും സ്പെഷ്യൽ ആയിട്ടുള്ള ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൾ ഉണ്ടാവുമെന്ന് പറയുന്നത് തെറ്റില്ല. എന്നിട്ട് നമ്മൾ അത് ഡിസിഷൻ ആയിട്ട് എഴുതും. സോ ഇവിടെ വാലിഡിറ്റി ഓഫ് ആർട്ടിക്കിൾ 14 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരില്ല. സോ റിട്ട് പെറ്റീഷൻ ഈസ് ഡിസ്മിസ്ഡ്. അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ. Okay. Mr. Salim. Okay, good. Sir, not sure if question number 3 to 7 is part of. എന്താണ് 3 to 7? നമുക്ക് 3 to 7 അതിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 3 to 7 നമുക്ക് അതിൻ്റെതായ സമയത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയേണ്ടത് ആർട്ടിക്കിൾ 15(3) ആണ്. 15(3) ഒന്ന് ഞാൻ കാണിക്കണം, വേണമെങ്കിൽ ഒന്ന് 15(3) ഒന്ന് കാണിച്ചേക്കാം. ഇതാ 15(3). I thought of ഞാൻ ഓൾറെഡി ഒന്ന് ഇതുവരെ വെച്ചിട്ടുണ്ട്, കുറച്ചെന്റെ ഹോംവർക്കിന്റെ ഭാഗമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 15(3) പറയുന്നു, നത്തിങ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഷാൽ പ്രിവെന്റ് ദ സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് എനി സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നു. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഈ ആൻസർ എഴുതുന്നത്. ഇഷ്യൂ നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കണം. വെദർ ഹാവിംഗ് ദ റൂൾ പ്രൊവൈഡിംഗ് ഫോർ ലേഡി പ്രിൻസിപ്പൽ, ലേഡി ട്യൂട്ടർ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 14 or equality principle എന്നുള്ളതാണ് നമ്മുടെ ഇഷ്യൂ. അത് അനാലിസിസിലേക്ക് പോവാം. ഡിസിഷൻ നമ്മൾ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യാം. യു ആർ ദി ജഡ്ജ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ആൻസറിലേക്കല്ല, ഇത്തരം ക്വസ്റ്റ്യൻസിലുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാല്, ഇഫ് ഇറ്റ് ഇസ് എ ഗവൺമെന്റ് കോളേജ് then we can't do this, no? എന്താണ് ഇത് ഗവൺമെന്റ് കോളേജ്, ഗവൺമെന്റ് വിമൻസ് കോളേജ് ആണെങ്കിൽ വി കനോട്ട് അഡ്വർടൈസ് ലൈക്ക് ദിസ്. സോ ക്വസ്റ്റ്യനിൽ അതില്ലാതെ നമ്മൾ കൺഫ്യൂസ്ഡ് ആകുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് എഴുതാം. ഇവിടെ നമ്മൾ ഗവൺമെന്റ് പിന്നെ കോളേജ് ആണോ, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പ്രോബ്ലം. ഞാൻ ഇതിന് തന്നെ ഒരു 3-4 തരത്തിൽ ആൻസർ ചെയ്യും. ഞാനൊരു പെട്ടെന്നൊരു സ്ട്രൈറ്റ് ജാക്കറ്റ് വേ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 4-5 വേസിൽ നമുക്കിത് സത്യം പറയണ ആൻസർ ചെയ്യാം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ആവശ്യമില്ല, എന്താ വിമനെ പഠിപ്പിക്കാൻ വിമൻ തന്നെ വേണം നിർബന്ധമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ആർഗ്യൂ ചെയ്ത് മറ്റൊരു തരത്തിലും ഇത് എഴുതാം. ഞാൻ അങ്ങനെ പറയാം. ഇവിടെ തന്നെ പിന്നെ തന്നെ വരാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ 2-3 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നുള്ളൂ. ഒന്ന് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റൊന്ന് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റൊന്ന് പിന്നെ ബേസ്ഡ് ഓൺ ട്രസ്റ്റ്, അനദർ വൺ ഈസ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ ഓരോന്നിനും ഓരോ രീതിയിൽ അപ്രോച്ച് നമുക്ക് കൊണ്ടുവരാൻ സത്യം പറയാം. ഇവിടെ നമുക്ക് നമ്മുടെ ആൻസറിൽ നമ്മൾ അതൊരു രീതിയിൽ അത് സത്യപ്പെടുത്തി നന്നായി നമ്മുടെ ആൻസറിൽ പറയേണ്ടി വരും ദിസ് ഇസ് presumed to be. ആൻസറിൽ ക്വസ്റ്റനിൽ ക്ലിയർ അല്ലാത്തതുകൊണ്ട് we can say that it is presumed that this is a government college ആണെന്ന് സോറി, അങ്ങനെ നമുക്ക് ആൻസർ പറയാമോ എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ.
നമുക്ക് എക്സ്പ്രസ്ലി ഇതിനകത്ത് എഴുതിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് പറയാം. അപ്പൊ ഗവൺമെന്റ് കോളേജ് ആകുമ്പം പിന്നെ വയലേഷൻ ഓഫ് 16 വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 16 ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ കേസ് കൊടുക്കുന്നത് എംപ്ലോയ്മെന്റ് കിട്ടേണ്ട ഒരാളല്ല. എംപ്ലോയ്മെന്റ് കിട്ടേണ്ട ഒരാൾ കേസ് കൊടുക്കുകയാണെങ്കിൽ 16 വരും. ഇവിടെ പക്ഷേ കോളേജിൽ അങ്ങനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള റൂളിനെ ചലഞ്ച് ചെയ്യാണ്, ജനറൽ ആയിട്ടുള്ള ചലഞ്ചാണ്. അങ്ങനെ വരുമ്പോൾ ആ റൂളിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ആ റൂളിനെ നമ്മൾ ആർട്ടിക്കിൾ 14 and 15 ആണ് കൊണ്ടുവരുന്നത്. ഒരു എംപ്ലോയ്മെന്റിന് കൊടുക്കുന്ന ഒരാള് എനിക്ക് നേടിയല്ലാത്തതുകൊണ്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞൊരു ഒരാൾ കേസ് കൊടുക്കുകയാണെങ്കിൽ 16 ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേസ്. ഇവിടെ അങ്ങനെ കമ്പൽസറി ആയിട്ട് ലേഡി തന്നെ വേണമെന്ന് പറയുന്ന ജനറൽ റൂളിന് ഒരാൾ പിന്നെ വയലേഷൻ എന്ന് പറയുന്നത്. മുന്നോട്ട് പോകാമോ? രണ്ടാമത്തേലേ കേൾക്കാമോ? അപ്പൊ സമാനമായ കേസ് വേണ്ട ഇതിന് രണ്ടാമത്തേന്? അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാത്തിലും ഇതിനകത്ത് ഞാൻ സത്യം പറയുകയാണെങ്കിൽ അയച്ചു കിട്ടിയ എന്റെ അറിവിലും അതിനുശേഷം ഞാൻ തന്നെ ഒന്ന് ചെറിയൊരു സെർച്ച് നടത്തി എന്റെ അറിവിൽ ഇതിന് സമാനമായ ഒരു കേസ് അങ്ങനെ വന്നിട്ടില്ല. അതായത് അങ്ങനെ സമാനമായ കേസുകൾ എപ്പോഴും 100% ഉണ്ടാവണം നിർബന്ധമില്ല. മാത്രമേ ഉള്ളൂ അല്ലേ? ഉണ്ടെങ്കിൽ 15(3) is good enough for us. 15(3) is good enough. Yes. Okay, thank you, sir. ഒരു കേസിന്റെ ഇഷ്യൂവും ഫാക്റ്റും എഴുതുമ്പോ നമ്മ ഒരു പേജ് മൊത്തം എഴുതണ്ടേ അതോ 2 പേജ് എഴുതണോ? ഇഷ്യൂ ഫാക്ട് എന്ന് പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ മേ ബി ഒരു അര പേജിലെ പോയി അതിൽ പാടില്ല. ഫാക്ട് എഴുതി ഫാക്ടിനെ കുറിച്ചൊക്കെ ഉണ്ടാവും 2-3-4 പേജിലൊക്കെ. അത് കഴിഞ്ഞ് ഇഷ്യൂസ് എഴുതാന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു പേജ് ഒരു അര പേജ്, ഒരു പേജിൽ എന്തായാലും കൂടില്ല. ഒരു പേജിൽ എന്തായാലും അതപ്പോ ടീച്ചർമാര് എല്ലാരും പറയണ്ടേ പരമാവധി പേജ് കൂട്ടണം പറയണ്ടേ, അതുകൊണ്ടാ ചോദിച്ചേ. അത് നോക്കിയിട്ടല്ല ശരിക്കും കാര്യം ചെയ്യാറ്. മെയിൻ പോയിന്റ്സ് എല്ലാരും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ടീച്ചർമാരിപ്പോ പറയുന്നത് പേജ് കുറച്ച് കൂടുതൽ എഴുതണമെന്നാണ് പറയണത്, അതുകൊണ്ട് ചോദിച്ചത്. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനെയായാലും നമ്മള് മിനിമം ക്വാണ്ടിറ്റി വേണം, പക്ഷെ തീരെ കുറഞ്ഞു പോകരുത്. പക്ഷെ നമ്മൾ കുറെ വെറുതെ ഇങ്ങനെ എഴുതി ഗ്യാസ് അടിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഞാൻ ഉള്ളൊരു കാര്യം പറയാം, ചോദിച്ചുകൊണ്ട് മാത്രം പറയുന്നു. 10 അഡീഷണൽ ഷീറ്റ് വാങ്ങിയ ഒരാൾക്ക് 100-ൽ അന്ന് ഞാൻ കുറെ വർഷം മുൻപാണ്, അന്ന് ഇന്റേണൽ അസസ്മെന്റ് വരുന്നതിന് കുറെ വർഷം മുൻപുള്ള ഒരു കാര്യം, 100-ൽ വാല്യൂ ചെയ്തിട്ട് 10 അഡീഷണൽ ഷീറ്റ് വാങ്ങിയ ഒരാൾക്ക് 100-ൽ 10 മാർക്കും കിട്ടി. 10 മാർക്ക് മാത്രം കിട്ടിയ ഇൻസ്റ്റൻസ് ഞാൻ വായിച്ചു. തീർച്ചയായിട്ടും അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല, ഓരോ മാർക്ക് വെച്ച് കൊടുത്തതാണ്. മറിച്ച് വെറും 2 അഡീഷണൽ ഷീറ്റ് വാങ്ങിയ ഒരാൾക്ക് 63 മാർക്ക് കൊടുത്ത് നല്ല ആൾക്ക് കിട്ടിയ കാര്യം എനിക്ക് ആരോ പുരുഷനാണോ സ്ത്രീയാണോ ലേഡിയാണോ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ അറിയില്ല, പക്ഷെ കിട്ടിയ ഇൻസ്റ്റൻസ് ഉണ്ട്. 2 അഡീഷണൽ ഷീറ്റ്. അപ്പൊ ക്വാണ്ടിറ്റി മാത്രമല്ല ക്വാളിറ്റിയാണ് പ്രധാനം, പക്ഷെ മിനിമം ക്വാണ്ടിറ്റി വേണം, അങ്ങനെ മാത്രമേ എനിക്ക് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോകാം. Is it constitutionally valid to set up special courts for speedy trial of offences committed by holders of high public offices during emergency of 1975-77? എമർജൻസി പീരീഡിൽ കുറെ ആൾക്കാർ അവർക്ക് തോന്നിവാസം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് ക്ഷമിക്കണം, അവർക്ക് തോന്നിവാസം ചെയ്തു. അവരുടെ ആ കാര്യങ്ങൾ അവർ ചെയ്ത ഒഫൻസസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കോടതികൾ സൃഷ്ടിക്കുക, അത് പ്രശ്നമാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് ഏത് ഭാഗത്ത് വരും? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗത്ത് വരും? ആർട്ടിക്കിൾ 21 ഭാഗമായിട്ട് വരുമോ? പേഴ്സണലി ബുദ്ധി 352, 356. സ്പീഡി ട്രയൽ ആർക്ക് സ്പീഡി ട്രയൽ കിട്ടാനാ? അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സണ് സ്പീഡി ട്രയൽ ആയിട്ട് കിട്ടുന്നത് ആ രീതിയിൽ വിചാരിക്കാം. ഇത് സത്യം പറയുകയാണെങ്കിൽ കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു.
ദർ ആർ കേസസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു കോടതിയും ഇങ്ങനെയുള്ള ഒരാൾക്ക് വേറൊരു കോടതി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷന്റെ ഒരു ആർട്ടിക്കിൾ 14 ആണ് വരുന്നത്. ആർട്ടിക്കിൾ 14 കേസസ് ഉണ്ട്. കേസസ് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്ന പറഞ്ഞാൽ ഒരു വേർതിരിവാണ് നമ്മൾ പറയുന്നത്. ഇക്വാലിറ്റിയുടെ വാല്യൂഷൻ, ഡിസ്ക്രിമിനേഷൻ ആണ് വരുന്നത്. ആർട്ടിക്കിൾ 14 and 15 ആണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇനി ക്ലൂ മാത്രമേ പറയുന്നുള്ളൂ. ഇതിന്റെ കേസ് ഇതാണ്, ഇൻട്രി സ്പെഷ്യൽ കോർട്സ് ബിൽ 1978. ഇവിടെ 1900 ഇത് ശരിക്കും ആക്ച്വലി സംഭവിച്ചൊരു കാര്യമാണ്. 1975-77 കാലഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥയായിരുന്ന സമയത്ത് പലരും മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങൾ, ട്രയൽ വിസ്താരങ്ങൾ നടത്താൻ വേണ്ടി, അവരുടെ കേസുകൾ നടത്താൻ വേണ്ടി സ്പെഷ്യൽ കോടതിയിൽ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഡിസ്ക്രിമിനേറ്ററി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. അങ്ങനെ ബില്ല് വന്ന സമയത്ത് കുറെ ലീഗൽ ഇഷ്യൂസ് വന്നപ്പോ പ്രസിഡന്റ് ആർട്ടിക്കിൾ 143, അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കേസിന്റെ പേര് പറയാം സാറേ. പറയാം. അതിന്റെ കേസിന്റെ പേര് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സ്പെഷ്യൽ കോർട്സ് ബില്ല്. റെഫറൻസ് ആണത്. പ്രസിഡന്റ് റെഫറൻസ് ആണ്. ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡന്റ് റെഫർ ചെയ്താണ് സുപ്രീം കോടതി. അതുകൊണ്ടാണ് വേഴ്സസ് ഇല്ലാത്തത്. ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡന്റ് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്ന സമയത്ത് സുപ്രീം കോടതിയിലേക്ക് റെഫർ ചെയ്യും. എന്നിട്ടാണ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് കൊടുത്തത്. ആ ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ സ്പെഷ്യൽ കോടതികൾ കൊണ്ടുവരാൻ ഉള്ള അവകാശം ഗവൺമെന്റിനുണ്ട്. അങ്ങനെ കൊണ്ടുവരില്ല ആൻഡ് what you call access എന്ന് പറയുന്ന 2 പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ. അതിന്റെ അത് പ്രകാരം ഇന്റലിജിബിൾ ഡിഫറൻഷ്യൽ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കോടതികൾ കൊണ്ടുവരുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ കേസാണ് റെഫറൻസ് ദ സ്പെഷ്യൽ കോർട്സ് ബിൽ 1978. ഇത് കൂടാതെയും കേസുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും തുടക്കത്തിലുള്ള ഒരു കേസ് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. ഒരു കേസെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതിനകത്തുള്ള ഇഷ്യൂ എന്താണ്? ഇഷ്യൂ നമുക്ക് എങ്ങനെ ഫ്രെയിം ചെയ്യാം? വെദർ constituting special court for trial of the cases relating to high public officials during 1975-79 during emergency period is violative of equality principle, the fundamental right under Article 14 of the Constitution. ഇതാണ് നമ്മുടെ ഇഷ്യൂ. വെദർ ഇറ്റ് ഈസ് വയലേഷൻ ഓഫ് എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. ക്ലിയർ അല്ലേ? അതിനകത്ത് ഫർദർ ഇത് വേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഇത് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് സാർ, ഇത് വയലേഷൻ ആണോ? സാർ പറഞ്ഞല്ലോ സ്പെഷ്യൽ ക്ലാസ് അല്ലേ, ക്ലാസ് ലെജിസ്ലേഷൻ അല്ലേ സാർ? റീസണബിൾ ക്ലാസിഫിക്കേഷൻ ആണോ? ഇന്റലിജിബിൾ ഡിഫറൻഷ്യൽ ഉണ്ട്, അങ്ങനെ കൊണ്ടുവരുന്നത് തെറ്റില്ല എന്നാണ് കോടതി. അല്ല സാർ, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും കൂടിയിട്ടാണെങ്കിൽ അതിൽ ഉൾവോൾവ് ചെയ്ത എല്ലാ ആൾക്കാരും ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലാസ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ പ്രശ്നമില്ല. ഇതൊരു സ്പെഷ്യൽ ക്ലാസ്സിന് മാത്രം കൊണ്ടുവന്നത് കൊണ്ട് ഇത് പിന്നെ ക്ലാസ് ലെജിസ്ലേഷൻ വരുന്നുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. സത്യം പറയുകയാണെങ്കിൽ പറഞ്ഞ സമയക്കുറവോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ട് കോടതികൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളത് ആൾക്കാണ്. അതൊരു ക്ലാസ് ലെജിസ്ലേഷനിൽ വരില്ലേ സാർ? പക്ഷേ പലപ്പോഴും അത് സാർ ഒരു സംശയം, ഇത് മീൻ ചെയ്യുന്നത് കുറച്ച് പേര് ഒരു 100 പേര് പങ്കെടുത്തല്ലേ, ഒരു 50 പേര് ഉയർന്ന ഓഫീസേഴ്സ് ആണെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം സെറ്റപ്പ് ചെയ്ത കോടതിയല്ലേ? ഈ 100 പേർക്ക് ഒന്നായിട്ട് സെറ്റപ്പ് ചെയ്ത കോടതി അല്ലല്ലോ. അപ്പൊ അവിടെ ഒരു ക്ലാസ് ലെജിസ്ലേഷൻ വന്നില്ലേ? പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ മെയിൻ ഇഷ്യൂ അതായിരുന്നു. ഇവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സാധാരണ കോടതികൾ അല്ലാതെ മറ്റുള്ള കോടതികളിൽ ഇത് ട്രയൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇഷ്യൂ. കുറച്ച് മുകളിലത്തെ ആൾക്കാർക്കും താഴത്തെ ആൾക്കാർക്കും വേറെ വേറെ കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലായിരുന്നില്ല ഈ കേസ്. ഈ കേസിനകത്തുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്കുള്ള ക്രിമിനൽ കോടതികളിൽ ഇത് കൊണ്ടുവരാതെ പുറത്തുനിന്നുള്ള മറ്റ് സ്പെഷ്യൽ കോടതിയിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. ഒരു വാക്ക് ഉപയോഗിച്ച് ഹൈ ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞു, അത് അതിലാണ് സംശയം. തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ അത് നോട്ട് ചെയ്യാത്തതല്ല. പക്ഷെ ഇതിനകത്ത് കോടതി ഫോക്കസ് ചെയ്ത് കോടതിയുടെ മുന്നിലുള്ള ആർഗ്യുമെന്റ്, കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഇവിടെ പ്രധാനമായിട്ട് വന്ന ആസ്പെക്ട്, അങ്ങനെ കേസ് ഉണ്ട്, നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കേസിൽ പറയുന്ന പറഞ്ഞാൽ പിന്നെ വേറെ വേറെ കോടതികൾ, അതായത് സാധാരണ ക്രിമിനൽ കോടതികളും ഇത് സ്പെഷ്യൽ കോടതികളുമാണ്. അങ്ങനെ 2 തരം കോടതികൾ ഉണ്ടാവുന്നത് ശരിയാണോ എന്നുള്ള ഇഷ്യൂ ആണ് ഇതിനകത്ത് വന്നത്. സെപ്പറേറ്റ് ക്ലാസ് എന്ന് പറയുമ്പോഴേ ഹൈ ഒഫീഷ്യൽസ് എന്ന് പറയുമ്പോൾ ഒരു സംശയം വന്നു, അതാണ് ചോദിച്ചത്.
ഹൈ ഒഫീഷ്യൽസ് തീർച്ചയായിട്ടും അത് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. താഴത്തുള്ള ഒരാൾക്ക് ഒരു ന്യായവും മുകളിലുള്ളവർക്ക് മറ്റൊരു ന്യായവും എന്നുള്ള രീതിയിൽ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസിൽ യു ക്യാൻ ഹാവ് മോർ ദാൻ വൺ അപ്രോച്ച്. ഞാനിവിടെ പ്രധാനപ്പെടുന്നത് ഒരു അപ്രോച്ച് മാത്രമേ പറയുന്നു. ഇവിടെ എമർജൻസി പീരീഡ് പ്രത്യേകം നോട്ട്. എമർജൻസി പീരീഡ് പിന്നെ എമർജൻസി പീരീഡ് സ്പെഷ്യൽ പീരീഡ് വിചാരിക്കാം. സത്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എമർജൻസി പീരീഡ് ഒരുപാട് പേരെ ഡീറ്റെയിൻ ചെയ്തിരുന്നു. അപ്പോ അതുകൊണ്ട് അത് വേഗം ചെയ്യാനായിരിക്കാം ഉണ്ടാക്കിയെന്നുള്ളതായിരിക്കും. ആ പീരീഡിൽ മാത്രമാണല്ലോ കൊടുത്തിട്ടുള്ളത്. ആ റൂൾ അങ്ങനെയാണോ പറയുന്നത്? എമർജൻസി പീരീഡിൽ മാത്രമാണോ ഈ പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്? അല്ല, അത് ശരി തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേക ക്ലാസ്സിന് മാത്രമായിട്ട് ഒരു കോടതി എന്നാ പറയുന്നത്. അതിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ആണെങ്കിലും ശരി, ഇതിന് ഒരു ഹൈ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രം ഒരു കോടതി. അവിടെയാണ് സംശയം വരുന്നത്. അത്രേ ഉള്ളൂ. അല്ല, നമുക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിൽ കൂടുതൽ അപ്രോച്ച് ഉണ്ടാകാം. എന്തായാലും ഒരു കേസിനകത്ത് രണ്ട് സൈഡിലെങ്കിലും ആർഗ്യുമെന്റ് ഒക്കെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ കേസ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ എഴുതുന്ന ഒരു കാര്യം നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. ഒരൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല. ചിലതൊക്കെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ഒരു ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലതിൽ ഒന്നിലധികം ഉണ്ടാകാം. തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ആർഗ്യുമെന്റ് വാലിഡ് ആർഗ്യുമെന്റ് ആണ്. ബിക്കോസ് ഇവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ആൻസർ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അപ്രീഷിയേറ്റഡ്. ഐ എഗ്രി വിത്ത് ദാറ്റ്. പക്ഷെ നമ്മള് സമയക്കുറവ് കാരണം മുന്നോട്ട് പോവുകയാണ്. ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞ ആണെങ്കിൽ കേസുണ്ട്, നമുക്ക് അതുമായിട്ട് പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. ഓക്കെ. ഫോർത്ത് വൺ, എ ഡിസ്കഷൻ വാസ് ഇനിഷ്യേറ്റഡ് ബൈ എ മെമ്പർ ഓഫ് പാർലമെന്റ് in parliament with respect to the conduct judge of high court in discharge of his duties, whether constitutionally permissible ആണോ എന്നുള്ളതാണ്. അതായത് ഒരു ജഡ്ജ് ഒരു കേസ് ഡിസൈഡ് ചെയ്ത രീതിയെ കുറിച്ചുള്ള ഡിസ്കഷൻ പാർലമെന്റിൽ വന്നു. ക്യാൻ ദാറ്റ് ബി അലൗഡ് ഓർ നോട്ട് എന്നുള്ളതാണ് ചോദ്യം. അലൗ ചെയ്യാൻ പറ്റുമോ? നോ. അതിന് നമുക്ക് ആർട്ടിക്കിൾ 121 in 211 അതിനകത്ത് ആൻസേഴ്സ് ക്ലിയർ ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. രണ്ടും കാണിക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഒന്ന് സ്റ്റേറ്റിന്റെയും പറയുന്നു, ഒന്ന് പിന്നെ സെൻട്രലിന്റെയും കാര്യമാണ് പറയുന്നത്. അത് ജസ്റ്റ് ഒരു 121 നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. നോ ഡിസ്കഷൻ ഷാൽ ടേക്ക് പ്ലേസ് ഇൻ പാർലമെന്റ് with respect to the conduct of any judge of the Supreme Court or of the High Court in discharge of his duties, except upon a motion for presenting an address to President praying for removal of the judge as hereinafter provided. ഒരു ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്ങിന് വേണ്ടി ഒരാളെ റിമൂവ് ചെയ്യാൻ വേണ്ടി പ്രസിഡന്റിന്റെ അടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലാതെ, ഇംപീച്ച്മെന്റിനുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലാതെ മറ്റൊരു രീതിയിലും ഒരു ഹൈക്കോടതി ജഡ്ജും സുപ്രീം കോടതി ജഡ്ജും കേസ് ഡിസൈഡ് ചെയ്യുന്ന മാറ്റേഴ്സ് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 21 പറയുന്നു. ആർട്ടിക്കിൾ 121 പറയുന്നു. ഇതേ കാര്യം തന്നെയാണ് ആർട്ടിക്കിൾ 211 പറയുന്നു. അവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ നിയമസഭയിൽ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ ഹിയർ. Would that be all right? റെഡി അല്ലേ? ഒന്ന് ഇത് ചെയ്യോ, സംസാരിക്കുന്നില്ലെങ്കിൽ മ്യൂട്ട് ചെയ്യോ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ ടു ഓൾ. ഓക്കെ, ഇനി വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. മെമ്പർ ഓഫ് പാർലമെന്റ് റിസൈൻസ്. പക്ഷെ അത് തെറ്റിപ്പോയതാന്ന് ഞാൻ തോന്നുന്നു. ദ പ്രോബ്ലം ശരിക്കുള്ളത് റിസൈൻസ് ആൻഡ് സെൻസസ്. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ മിസ്റ്റർ വിശ്വ? ഓക്കെ, താങ്ക് യു. മെമ്പർ ഓഫ് പാർലമെന്റ് എം പി ആണ്. റിസൈൻസ് ആൻഡ് സെൻസ് ടു ആർക്കാ സെൻഡ് ചെയ്യേണ്ടത്? എം പി ആയിരിക്കുമ്പോ ആർക്കാണ് റെസിഗ്നേഷൻ സെൻഡ് ചെയ്യേണ്ടത്? സ്പീക്കർ. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ രാഷ്ട്രീയക്കാണല്ലോ. He wants to withdraw his resignation. Resign ചെയ്യാൻ പറ്റും. റെസിഗ്നേഷൻ വിഡ്രോ ചെയ്യാം. ഇത് സാധിക്കുമോ എന്നാണ് ചോദ്യം. ഇതിനകത്ത് ചില കാര്യങ്ങൾ ബ്ലാങ്ക് ആണ്, നമ്മൾ പ്രസ്യൂം ചെയ്യേണ്ടത്. നേരത്തെ പ്രസ്യൂം ചെയ്തപോലെ ചെയ്യും. രണ്ട് സിറ്റുവേഷൻ വരാം. ഒന്ന്, ഇത് സ്പീക്കർ അടുത്തെത്തുകയും സ്പീക്കർ
അത് അക്സെപ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന്. മറ്റൊന്ന് സ്പീക്കറിന്റെ അടുത്ത് എത്തുകയും സ്പീക്കർ ഡിസൈഡ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഞാൻ ജസ്റ്റ് ഐ ഷോ യു. സമയക്കുറവാണ്, നേരത്തെ ആർട്ടിക്കിൾ 190 ആണ്. ആർട്ടിക്കിൾ 190 ഞാനൊന്ന് ജസ്റ്റ് ടേക്ക് ഇറ്റ് യു. ആർട്ടിക്കിൾ 190 പറയുന്നത് അത് സ്പീക്കറുടെ അടുത്ത് എത്തി സ്പീക്കർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ എന്ന് പറയും. It says it should reach the speaker and speaker should accept it. Vacancy of seat, അതാണ് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. റെസിഗ്നേഷന്റെ കാര്യം പറയുന്നു. അത് രാജ്യസഭയിലാണെങ്കിൽ അത് വൈസ് പ്രസിഡന്റ് ചെയർപേഴ്സൺ ആണ് അയക്കേണ്ടത്. ഇവിടെയാണ് ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർക്കാണ് അയക്കേണ്ടത്. അത് ഡിപ്പെൻസ് ഓൺ ഏത് MP ആണെന്ന് ഇവിടെ പറയാത്തുണ്ട്. അത് രണ്ടും നമ്മൾ എഴുതണം. രണ്ട് സിറ്റുവേഷൻസ് നമ്മൾ എഴുതണം. എഴുതുന്ന സിറ്റുവേഷൻസ് ഇതായിരിക്കണം. സ്പീക്കർ അടുത്ത് എത്തുകയും അല്ലെങ്കിൽ രാജ്യസഭയുടെ ചെയർമാന്റെ അടുത്ത് എത്തുകയും ചെയർമാൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് വിഡ്രോ ചെയ്യാൻ. മറിച്ച് അത് അയച്ചു, അവിടെ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടി, അതിന് മുകളിലൊരു ഡിസിഷൻ എടുത്തിട്ടില്ല, അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ that can be withdrawn. Okay, fine, we are moving on. ഇനി അടുത്തത്. സോറി ടു ഇന്ററപ്റ്റ് യു സർ. ഇപ്പൊ ഇതിൽ അധികമൊന്നും എഴുതാനില്ലല്ലോ, 2-3 സെന്റൻസ് കൊണ്ട് തീരില്ലേ കേസ്? ഇല്ല, നമ്മള് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ട്സ് എഴുതുന്നു. ഫാക്ട്സിനെ ഒരു റീപ്രൊഡക്ഷൻ ഓഫ് വാട്ട് ഈസ് ഓൾറെഡി ഇല്ല. അതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്യൂ ഈസ് ദിസ്. ഇതിനകത്ത് കുറെ എഴുതാനുണ്ട്. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ എഴുതാനുണ്ട്. നമ്മൾ ഒന്നെന്ന് പറഞ്ഞാൽ രാജ്യസഭയിലെ കാര്യം എഴുതണം, നമുക്ക് ലോക്സഭയിലെ കാര്യം എഴുതണം, അത് പിന്നെ സ്പീക്കർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ എഴുതണം, സ്പീക്കർ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യം എഴുതണം. അതുപോലെ തന്നെ സാർ അത് പറഞ്ഞില്ല, അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്താന്ന് പറഞ്ഞില്ല സാറേ. അക്സെപ്റ്റ് ചെയ്തതിനെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അല്ലേ? അപ്പൊ ഇത് സത്യം പറയാൻ കുറെ അധികം എഴുതാനുണ്ട്. ശരിക്കും 2-3 പേജ് എഴുതാനുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. രണ്ട് സിറ്റുവേഷൻസ് എഴുതണം. അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപുള്ള സിറ്റുവേഷനും അക്സെപ്റ്റ് ചെയ്യുന്നതിന് ശേഷമുള്ള സിറ്റുവേഷൻ. അതുകൂടാതെ തന്നെ അത് ലോക്സഭയിലെ സിറ്റുവേഷൻ എഴുതണം, രാജ്യസഭയിലെ സിറ്റുവേഷൻ. So we'll have enough material to write. And you'll have to refer to Article 190 also. കുഴപ്പമില്ലല്ലോ, മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മള് ഇനി അടുത്ത ക്വസ്റ്റ്യൻ 6ാമതാണ്. എ മെമ്പർ ഓഫ് പാർലമെന്റ് ഹോൾഡ് ദ ഓഫീസ് ഓഫ് സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കൗൺസിൽ. സ്റ്റേറ്റ് ഡെവലപ്മെന്റ് State Film Development Corporation with entitlement to honorarium. Honorarium remuneration ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പിന്നെ എന്താണ് ചെയർപേഴ്സൺ ആയിട്ട് മെമ്പർ ആയിട്ട് ഒരാൾ വർക്ക് ചെയ്യാം. അയാൾ MP-യും കൂടിയാണ്. ഡിസൈഡ് വെദർ ഹി ഈസ് സബ്ജക്ട് ടു എനി ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഇൻ പാർലമെന്റ്. അദ്ദേഹത്തിന് പാർലമെന്റിൽ മെമ്പറായിട്ട് തുടരുന്നതിന് എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. ജയ ബച്ചൻ കേസ് ഉണ്ടായിട്ടുണ്ടല്ലോ, ജയ ബച്ചന്റെ മറ്റോ. ജയ ബച്ചൻ ഒന്നിലധികം കേസുകളുണ്ട്. ഞാൻ ഒരു കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആർട്ടിക്കിൾ 102. ആർട്ടിക്കിൾ 102 ഇതിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 102 കാണിക്കണം, ഒരു സമയം എടുക്കും. ആർട്ടിക്കിൾ 102 ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നത്. അതുകൂടാതെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിനെ കുറിച്ച് നമ്മൾ ഇതിനെ കുറിച്ച് എഴുതും. അപ്പൊ ഫാക്ട്സ് എഴുതണം, ഇഷ്യൂസ് ഫ്രെയിം ചെയ്യണം, അതിനുശേഷം അനാലിസിസ് പാർട്ടാണ് ഞാൻ പറയുന്നത്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരവും ആർട്ടിക്കിൾ 102 പ്രകാരവും ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. സത്യം പറയുകയാണെങ്കിൽ MP എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ വശത്തുള്ള ഒരാളാണ്. അപ്പൊ ഗവൺമെന്റിന്റെ വശത്തുള്ള ഒരാൾ തന്നെ ഗവൺമെന്റിന്റെ കീഴിലും കൂടി വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ വരുന്ന ചോദ്യം എന്താണ് ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്നുള്ള ചോദ്യമുണ്ട്. അതിനുള്ള ആൻസർ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കണ്ടു. ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഇപ്പൊ കണ്ടൂടെ? സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ? അപ്പോ അതിന്റെ മാനദണ്ഡങ്ങൾ ഇതാണ്. പവർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഓർ റിവോക്കേഷൻ ഈസ് വിത്ത് ഗവൺമെന്റ്. അപ്പൊ തീർച്ചയായിട്ടും ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. പേയ്മെന്റ് ഫ്രം ഗവൺമെന്റ്. Sir, it is out of syllabus. അത് മനസ്സിലായില്ല.
ഇത് ക്ലാസ്സിൽ എടുത്തിരുന്നല്ലോ, ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് തോന്നുന്നില്ല. ഇത് കോൺസ്റ്റിറ്റ്യൂഷനാണ്, അതായത് ഫസ്റ്റ് പാർട്ടാണോ സെക്കൻഡ് പാർട്ടാണോ നമ്മൾ നോക്കണം. ഓക്കെ, പിന്നെ ഡസ് ദ പേഴ്സൺ പെർഫോം ഡ്യൂട്ടി ഫോർ ദി ഗവൺമെന്റിന് വേണ്ടിയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്, സത്യമാണ്. ഡസ് ദ ഗവൺമെന്റ് ഹാവ് കൺട്രോൾ ഓവർ ഹിസ് പെർഫോമൻസ്, ഉണ്ട്. വെദർ ദ ബോഡി ഈസ് പെർഫോമിംഗ് ഗവൺമെന്റൽ ഫംഗ്ഷൻ ആണ്, ഈസ് ദ ബോഡി ആൻഡ് ഇൻസ്ട്രുമെന്റാലിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫിലിം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അതോറിറ്റിയാണ്. അതുകൂടാതെ അദ്ദേഹത്തിന് പെക്യൂനറി പേയ്മെന്റ് കൊടുക്കും. അതുകൂടാതെ ഒരു കേസും കൂടി ഇവിടെ പറയാം. കുറെ കേസുകളുണ്ട്. ഒരു കേസ് പറയാവുന്നത് ഷിബു സോറൻ വേഴ്സസ് ദയാനന്ദ് സഹായി എന്ന് പറഞ്ഞ കേസിനകത്ത് പറയുന്നു. അത് ഹോണററി എന്നുള്ള പേരായാലും സാലറി എന്നുള്ള പേരായാലും ഏത് പേരായാലും കുഴപ്പമില്ല, റെമ്യൂണറേഷൻ പെക്യൂനറി ആയിട്ട് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആണ്. അങ്ങനെ രണ്ട് കപ്പാസിറ്റിയിലും അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അയാൾ MP എന്നുള്ള നിലയിൽ ഡിസ്ക്വാളിഫൈഡ് ആവും, അയാൾ പുറത്താകും എന്നാണ് നമ്മൾ എഴുതേണ്ടത്. Is it clear? സർ, ജയ ബച്ചന്റെ കേസില് ഞാൻ ഓർക്കുന്നത് അവര് ഈ പൈസ വാങ്ങിയിരുന്നില്ല. ഓക്കെ, പക്ഷേ അവര് ഓഫീസിന്റെ കാറ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതും ഇതിന്റെ പരിധിയിൽ വരുമെന്നാണ് വിധി. അതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പെക്യൂനറി ഗെയിൻ എന്നാണ് പറയുന്നത്. പെക്യൂനറി ഗെയിൻ ഡസ് നോട്ട് മീൻ പൈസ ആയിട്ട് തന്നെ വാങ്ങിക്കണമെന്നില്ല. സാമ്പത്തികമായിട്ടുള്ള ലാഭം, പെക്യൂനറി ഗെയിൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. സോ കാർ ഉപയോഗിക്കുന്ന അതിന്റെ കീഴിൽ ഫൈൻ. മൂവിങ് ഓൺ. ഇനി നമുക്ക് ഏഴാമത്തേൽ പോകുന്നു. The Kerala government by an ordinance provided for reduction of retirement age എന്നുള്ളതാണ് അവിടെ മിസ്റ്റേക്ക്. അത് എനിക്ക് അയച്ചത് ഞാൻ അങ്ങനെ തന്നെ കാണിക്കണം. PDF ഡോക്യുമെന്റ് ആണ്. ഏജ് ഫ്രം 58 to 55, 58 നിന്നും 55 ആക്കിയിട്ട് കുറച്ചു. The ordinance was challenged as arbitrary. ഓർഡിനൻസ് ആർബിട്രറി ആണെന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വെദർ പിന്നെ ഓർഡിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആയിട്ട് വരുമോ എന്നുള്ളതാണ്. ലോ മാത്രമേ ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓർഡിനൻസ് ലോ ആണെന്ന് ആർട്ടിക്കിൾ 30 പറയുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എഴുതണം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാര്യം 58 നിന്നും 55 ആക്കിയത് റീസണബിൾ ആണോ എന്നുള്ളതാണ്. ആ കാര്യത്തിൽ കോടതിക്ക് ഇടപെടാൻ പറ്റുമോ? ഞാൻ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു കേസ് പറയാം, കുറെ കേസുകൾക്ക് ഒരു കേസ് പറയാം. DS നഗര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതിനകത്ത് പറയുന്നു ഇതുപോലെയുള്ള ഒരു കട്ട് ഓഫ് ഡേറ്റ് ഒക്കെ വെക്കുന്ന പോലെയുള്ള പോളിസി ഡിസിഷന്റെ കാര്യത്തിൽ കോടതി ഇടപെടില്ല. ഇത് സത്യം കേസ് DS നഗര എന്ന് പറഞ്ഞ കേസ് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് തന്നെയാണ്. പക്ഷെ ഇതുപോലെ റിട്ടയർമെന്റ് ഏജ് ആയിരുന്നില്ല. ഇന്ന് ഡേറ്റ് ഇപ്പൊ തന്നെ നമുക്ക് പറയാവുന്ന രീതിയിൽ ഇപ്പൊ തന്നെ നമുക്ക് മുൻപുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷന്റെ ആൾക്കാരുണ്ട്. സാറേ, ഇതൊരു ഡേറ്റ് ബാർ വെച്ചിട്ട് പിന്നെ പെൻഷനേഴ്സിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആ ഡേറ്റ് വെച്ചിട്ട് കൊടുക്കുന്ന റാഷണൽ അല്ല എന്നുള്ള കോടതിയുടെ 83 തീരുമാനമല്ലേ? അതായത് ഒരു ഡേറ്റ് വെച്ചിട്ട് പെൻഷനേഴ്സിനെ ക്ലാസിഫൈ ചെയ്തു. അതായത് ഇന്ന ഡേറ്റിന് മുമ്പുള്ളവർക്കും ഇന്ന ഡേറ്റിന് ശേഷമുള്ളവർക്കുള്ള ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞ് സർക്കാർ ഒരു ഓർഡർ ഇറക്കി തീരുമാനിച്ചു. അത് പിന്നെ ആർബിട്രറി ആണ്. അത് ആർട്ടിക്കിൾ 14 ലംഘനമാണ്. അത് ശരിയായ ഡിഫറൻഷിയേഷൻ അല്ല, റാഷണൽ അല്ല എന്നാണ് കോടതി തീരുമാനിച്ചത്. പെൻഷനായ ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കുന്നത് ഒരു ഡേറ്റ് ബാർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത് ശരിയായില്ല എന്നുള്ളതല്ലേ? ഞാൻ പറയാം. ഇതെന്ന് പറഞ്ഞാൽ ഒരേ പോലെയുള്ള എംപ്ലോയീസിന് രണ്ട് രീതിയിലാവുന്നത് കുഴപ്പമാണ്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സിസ്റ്റം പറയാം, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, ഞാൻ അതിൽ പെടുന്ന ഒരാളാണ്. പിന്നെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സിസ്റ്റമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ പുതിയ ആൾക്കാര് ജോലിയിൽ കയറുമ്പോൾ ഇപ്പൊ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഞാൻ 2013 കുറെ മുന്നേ കയറിയ ഒരാളാണ്. 2013 ജോലിയിൽ കയറുന്നവരോട് പറയുന്നു നിങ്ങളുടെ പെൻഷൻ പ്രായം 60 വയസ്സാണ്. പക്ഷെ നിങ്ങളുടെ പെൻഷൻ സിസ്റ്റം കോൺട്രിബ്യൂട്ടറി പെൻഷൻ സിസ്റ്റം. പക്ഷെ ഞാൻ 2007 കയറുന്ന സമയം എന്നോട് പറഞ്ഞിരുന്നു പറഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ പ്രായം 56 നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സിസ്റ്റമാണ്. അപ്പൊ എൻ്റെ അടുത്ത് കയറുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് കാലഘട്ടത്തിലുള്ള ആൾക്കാരോട് രണ്ടും പറഞ്ഞിട്ട് ചെയ്തതായതുകൊണ്ട് അതിനകത്ത് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു കേസാണ് DS നഗര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഒരു കട്ട് ഓഫ് ഡേറ്റ് ആ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം. മറിച്ച് ഇങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ആർബിട്രറി ആയിട്ട് ഒരേപോലെയുള്ള എംപ്ലോയീസിനെ ചെറിയ ആൾക്കാരെ 56 വയസ്സിലും ചെറിയ ആൾക്കാരെ 58 വയസ്സിലും ആക്കുന്നത് പ്രശ്നം. ഒരു പോളിസി ഡിസിഷൻ ആണെങ്കിൽ
കോടതി അതിനകത്ത് ഇടപെടില്ല എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം ചോദിച്ചാൽ പറഞ്ഞോട്ട് സാറേ, ഈ EMS ഗവൺമെന്റ് വന്നപ്പോഴേ ആദ്യത്തെ പെൻഷൻ പ്രായം 58 ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ, അത് 55 ആക്കി കുറയ്ക്കിയ ഒരു സംഭവം ഓർമ്മയുണ്ടോ സാറിന്? ഉണ്ടായിട്ടുണ്ട്. അപ്പോ അത് കോടതികൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കേസിൽ കൂടി നമുക്ക് ഇത് പറയും. ജേക്കബ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസ് പറയും. ഒരു പേറ്റന്റ്ലി ആർബിട്രറി അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഒരു പോളിസി ഡിസിഷൻ ആയിട്ട് ഗവൺമെന്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കോടതി ഇടപെടില്ല എന്ന് പറയുന്ന ഡിസിഷൻസ് ഉണ്ട്. മറിച്ചും തിരിച്ചു എഴുതാം. സാർ ഒന്ന് ചോദിച്ചോട്ടെ, ഇത് വെച്ച് ഇന്നലെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, ഞാനടക്കം ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് നഗര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതായത് DCRG കിട്ടുന്നതിനുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോ ഞാൻ 2021 മാർച്ച് 31 റിട്ടയർ ചെയ്തതാണ്. 31 ശേഷം റിട്ടയർ ചെയ്തവർക്കും 2021 മാർച്ച് 30 മുമ്പ് റിട്ടയർ ചെയ്തതിനുള്ള DCRG അമൗണ്ടിലെ പേർമിഷൻ അനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയുണ്ട്. അപ്പൊ അതിനെതിരെ കേസ്, അതാണ് ഞാൻ കേസ് വേഗം എടുത്തു വരാൻ കാരണം. കേസ് ഇതാണ് അവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഇവരുടെ അതിനകത്തുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള എംപ്ലോയീസ് അവിടെ സർവീസ് കണ്ടീഷൻസ് തുടക്കത്തിൽ ഒരുപോലെയാണ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചാൻസ് ഉണ്ടെന്നുള്ള എന്റെ അഭിപ്രായം. അതിന് ഫീസ് വേറെ തരേണ്ടി വരും. അതിന്റെ അഭിപ്രായം അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് വായിച്ചപ്പോ ഈ കേസ് കണ്ടു, ഞാൻ കണ്ടതാണ്. അപ്പൊ അത് ഞാൻ വക്കീലിന് കൊടുത്തു കഴിഞ്ഞു. ഈ അപ്പൊ നല്ല വ്യൂ പോയിന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോ പോയിന്റ് ആണ്. ഒരേപോലെയുള്ള എംപ്ലോയീസിന്റെ ഇടയിൽ ഡിസ്ക്രിമിനേഷൻ വരുത്തുകയാണെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയീസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എംപ്ലോയീസ് വേറെ വേറെ രീതിയിലുള്ള എംപ്ലോയീസ് ആകുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പോളിസി ഡിസിഷൻ, അത് ഒരു പോളിസി ഡിസിഷൻ ആണെങ്കിൽ ഗവൺമെന്റ് അത് കോടതി ഇന്റർഫിയർ ചെയ്യില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മളെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവാണ്. 2 സമയം കുറവാണ്. ഓക്കെ, ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. Rule which provided that no government servant would join or continue to be a member of any association or union not recognized by government was challenged as violative of their fundamental right. ഇത് ഏതിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വേഗം കൊണ്ട് പറയാം. I'll just go directly to that. Article 19C ഇത് വരും. Article 19C പറയുന്നു പിന്നെ റൈറ്റ് ടു ഫോം അസോസിയേഷൻ ഉണ്ടെന്നുള്ള കാര്യം പറയുന്നു. അതുകൂടാതെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 19C ആകുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് റെസ്ട്രിക്ഷൻ വരുന്ന 19(4) അതൊന്ന് ജസ്റ്റ് നോക്കാം. 19C പറയുന്നു ടു ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ആൻഡ് കണ്ടിന്യൂ ഇൻ ദ അസോസിയേഷൻ എന്ന ഭാഗം പറയുന്നു. അതുകൂടാതെ അതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇമ്പോസ് റെസ്ട്രിക്ഷൻ കനോട്ട് ബി വെസ്റ്റഡ് വിത്ത് ദ ഗവൺമെന്റ്. നമുക്ക് അസോസിയേഷനിൽ തുടരാനുള്ള അവകാശമുണ്ട്. ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്ത ഇതിൽ മാത്രമേ ഉപയോഗം ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ വയലേഷൻ ആണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യം, ഇപ്പൊ പോലീസുകാരുടെ കാര്യത്തിൽ, പട്ടാളക്കാരുടെ കാര്യത്തിൽ ഒക്കെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആകാം. അപ്പൊ ഇതിനകത്ത് കൊണ്ടുവന്ന ഗ്രൗണ്ട് വാലിഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് sovereignty and integrity of India or public order or morality, ഈ പറയുന്ന ഗ്രൗണ്ട്സ് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പറയുന്ന ഗ്രൗണ്ടിലാണ് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നെങ്കിൽ ആ റെസ്ട്രിക്ഷൻ വാലിഡ് ആയി. അപ്പം പട്ടാളക്കാരുടെ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ sovereignty and integrity of India എന്നൊക്കെയുള്ള രീതി വേണമെങ്കിൽ പറയാം. അതിനകത്ത് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. മറിച്ച് സാധാരണ ഒരു ഗവൺമെന്റ് എംപ്ലോയി, ഒരു അധ്യാപകന്റെ അടുത്ത് നിങ്ങൾ അസോസിയേഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന അസോസിയേഷനിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അൺറീസണബിൾ ആയിരിക്കും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് നിങ്ങൾക്ക് കുറെ കേസുകൾ എഴുതാം. ഒരു കേസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് വേഴ്സസ് VG റാവു. സ്റ്റേറ്റ് ഓഫ് മദ്രാസ് വേഴ്സസ് VG റാവു എന്ന് പറയുന്ന കേസ് കോട്ട് ചെയ്യാവുന്ന കേസാണ്. ഓക്കെ, ഇനി അടുത്തേക്ക് പോകുന്നു. An agreement is entered into between Chief Ministers of State of Kerala and Karnataka whereby Kerala agrees to transfer Kasaragod district ആണെന്ന് വിചാരിക്കാം, one district in the state in exchange of district in Karnataka. Discuss the legality of the agreement. ഈ അഗ്രിമെന്റ് ലീഗൽ ആണോ? ലീഗൽ ആണ്? No, only central government can do this. Central government Not at all. Article 2 and 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ആർട്ടിക്കിൾ 2 and 3 പറയുന്നത്
സ്റ്റേറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള എല്ലാ അധികാരവും മുഴുവനായിട്ട് നിക്ഷിപ്തമായിരിക്കുന്നത് പാർലമെന്റിലാണ്. അതുകൊണ്ട് തന്നെ ചീഫ് മിനിസ്റ്റർ ഒന്നും ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഇറ്റ് ഇസ് അൺകോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നമ്മൾ അടുത്തേക്ക് പോകുന്നു. 10. The workmen of a public sector undertaking challenge the action of the government to disinvest. അതായത് പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഉണ്ടാവും, പബ്ലിക് സെക്ടർ ഇപ്പൊ LIC, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് LICയുടെ കാര്യം ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഷെയർസ് വിൽക്കാൻ തീരുമാനിക്കുന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കും. പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും, ഷെയർസ് ടു പ്രൈവറ്റ് അണ്ടർടേക്കിംഗ്. They contended that they have lost their right and protection under Article 14 and 16. ഈ ഇഷ്യൂ മനസ്സിലാവണമെങ്കിൽ ചെറിയതായിട്ട് പറയണം. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ മാത്രമേ സ്റ്റേറ്റ് ആവുള്ളൂ. സ്റ്റേറ്റ് ആണെങ്കിൽ മാത്രമേ ആർട്ടിക്കിൾ 14 16 ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഒക്കെ പ്രൊട്ടക്ഷൻ കിട്ടും. ഇവിടെ ഒരു പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പ്രൈവറ്റ് കമ്പനിയുടെ എംപ്ലോയീസ് ആവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഫണ്ടമെന്റൽ റൈറ്റിന്റെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ കണ്ടൻഷൻ. കണ്ടൻഷൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? യെസ് സർ, ക്വസ്റ്റ്യൻ ക്ലിയർ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഇവിടെ പറയാവുന്ന ഒരു കാര്യം, ഞാൻ കുറെ കേസുകൾ ഒരു കേസ് മാത്രം ഇവിടെ പറയാം. ജേക്കബ് പുള്ളിയേൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2022 തന്നെയുള്ള ഒരു കേസാണ്. ഇറ്റ് ഈസ് വെൽ സെറ്റിൽഡ് ദാറ്റ് ദ കോർട്സ് ഇൻ എക്സസൈസ് ഓഫ് ദെയർ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ, അതായത് കേസ് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഡു നോട്ട് ഓർഡിനറിലി ഇന്റർഫിയർ, കോടതിയും ഇവിടെ അത്ര ക്ലിയർ അല്ല, ഓർഡിനറിലി ഇന്റർഫിയർ വിത്ത് പോളിസി ഡിസിഷൻ. ഒരു കമ്പനി നഷ്ടത്തിലായിട്ട് അല്ലെങ്കിൽ അത് പ്രൈവറ്റൈസ് ചെയ്യണോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ തന്നെ തുടരണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, KSRTC ഏത് രീതിയിൽ പോകണം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെ പോകണം, LIC എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്ന ഒരു പോളിസി ഡിസിഷൻ. എക്സിക്യൂട്ടീവ്, അങ്ങനെയുള്ള എക്സിക്യൂട്ടീവിന്റെ പോളിസി ഡിസിഷനിൽ സാധാരണ രീതിയിൽ ഓർഡിനറിലി ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യില്ല, അൺലെസ് ദ പോളിസി ക്യാൻ ബി ഫോൾട്ടഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് മാലഫൈഡ്, അൺറീസണബിൾനെസ്, ആർബിട്രറിനെസ് ഓർ അൺഫെയർനെസ് എക്സെട്ര. ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കോടതി ഇന്റർഫിയർ ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യില്ല. അപ്പൊ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് സാധാരണ രീതിയിൽ കോടതി ഇന്റർഫിയർ ചെയ്യില്ല എന്ന് നമുക്ക് ആൻസർ ചെയ്യാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് പറയേണ്ട വരും, ഇത് പിന്നെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അസോസിയേഷനെ ഒതുക്കാനുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അത് നമ്മൾ പ്രെസ്യൂം ചെയ്യേണ്ടതാണ്. അങ്ങനെ അൺറീസണബിൾ ആയിട്ട് പെരുമാറുകയാണെങ്കിൽ ഇത് ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യും എന്ന് നമുക്ക് പറയാം. സത്യം പറയുകയാണെങ്കിൽ രണ്ട് സൈഡിലേക്കും എഴുതാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണത്. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മറിച്ചും തിരിച്ചും ഈ കാര്യം പറയാം. അടുത്തേക്ക് പോകുന്നു. നമ്പർ 11. A Hindu is denied entry into a temple administered by a particular Hindu denomination. ഹിന്ദുവിൽ തന്നെ പല സെക്റ്റുകളൊക്കെ ഉണ്ട്. ശ്രീരാമകൃഷ്ണ മിഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം രീതിയിലുള്ള ഹിന്ദു സെക്റ്റുകൾ എന്ന് പറയും, സെക്ട് or denominations എന്നൊക്കെ പറയും. Denomination on the ground that only members of a particular denomination can be allowed to worship in the temple. He challenges the constitutional validity of such prohibition of his entry. Decide. First of all, the question is right to religion കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 25 റൈറ്റ് ടു റിലീജിയൻ ഒരു ഡിനോമിനേഷന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന്റെ ആൻസർ എന്താണ് അറിയാമോ ആർക്കെങ്കിലും? ആ ചോദ്യത്തിന്റെ ആൻസർ നാഷണൽ ആന്തം കേസിൽ കിട്ടും, ബിജോയ് ഇമാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതിനകത്ത് പറയുന്നു റിലീജിയൻ മുഴുവനായിട്ടും ഫോളോ ചെയ്യുന്ന കാര്യമായിരിക്കണം നിർബന്ധമില്ല. ഒരു റിലീജിയസ് സെക്ട് ഓർ റിലീജിയസ് ഡിനോമിനേഷൻ ഒരു ഭാഗത്തിന് മാത്രം തന്നെയും റൈറ്റ് ടു റിലീജിയൻ ക്ലെയിം ചെയ്യാം. ഇവിടെ എന്താ സംഭവം? അങ്ങനെയുള്ള ഒരു ഹിന്ദു റിലീജിയന്റെ ഭാഗമായിട്ടുള്ള ഒരാൾക്കാര് അവരുടെ ടെമ്പിൾ ഹിന്ദുക്കളായിട്ടുള്ള തന്നെ മറ്റുള്ള ആൾക്കാരെ അലൗ ചെയ്യില്ല. അപ്പൊ നമ്മളിവിടെ എഴുതേണ്ട കേസ്, ഞാനിവിടെ ഒരു കേസ് പറയാം. ദ കമ്മീഷണർ ഹിന്ദു റിലീജിയസ് എൻഡോവ്മെന്റ്സ് മദ്രാസ് വേഴ്സസ് ശ്രീ ലക്ഷ്മീന്ദർ സ്വാമിയാർ എന്ന് എഴുതി കഴിഞ്ഞാൽ തൽക്കാലം മതിയാവും. ഇത് വലിയൊരു പേരാണ്, അല്ലെങ്കിൽ സ്വാമിയാർ എന്ന് തന്നെ എഴുതി കഴിഞ്ഞാലും മതിയാവും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ പറഞ്ഞ ടെമ്പിളിന്റെ ആൾക്കാര് അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇസ്ലാം മതത്തിൽ നിസ്കരിക്കുക, ക്രിസ്ത്യൻ മതത്തില്
പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോവുക, നോമ്പ് ഇത് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള എസെൻഷ്യലി റിലീജിയസ് പ്രാക്ടീസ്. അപ്പോൾ ഈ പറയുന്ന ഹിന്ദു സെക്ടിന്റെ എസെൻഷ്യലി റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ടാണ് അവർ മറ്റുള്ളവരെ കയറ്റാത്തതെങ്കിൽ അത് അലൗഡ് ആണ്. മറിച്ച് അതൊരു എസെൻഷ്യലി റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പ്രോബ്ലം ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അല്ല സാർ, ഇപ്പൊ അദ്ദേഹം രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒന്ന്, ഇത് ഒരു ടോട്ടൽ റിലീജിയൻ ഉള്ള റൈറ്റ് അല്ല, റൈറ്റ് ടു ഒരു ഡിനോമിനേഷൻ മാത്രം, ഒരു ഭാഗം മാത്രമാണ്. അപ്പൊ റൈറ്റ് ടു റിലീജിയസ് ഡിനോമിനേഷൻ തന്നെ റൈറ്റ് ഉണ്ട് എന്നാണ് 25 പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത കേസാണ് ബിജോയ് മാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. പിന്നത്തെ കേസ് ഈ പറയുന്ന കേസാണ് ഹിന്ദു ചാരിറ്റബിൾ. എന്താണ്? അത് എൻട്രി ഡിനൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത്, തീരുമാനിക്കേണ്ടത് എസെൻഷ്യലി റിലീജിയസ് പ്രാക്ടീസ് ആണെങ്കിൽ, അവരുടെ സെക്ടിന്റെ എസെൻഷ്യലി റിലീജിയസ് പ്രാക്ടീസ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സാർ, ഇതിനകത്ത് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ് വരുമോ? കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, സെക്ട് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഷൈവൈറ്റ്സ്, പിന്നെ വൈഷ്ണവൈറ്റ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ സെക്ടുകളുണ്ട്. യെസ് സർ, താങ്ക് യു. അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇവിടെ ഒരു പ്രത്യേക ശൈവ പിന്നെ എന്താണ് ആരാധന നടത്തുന്നവരെ മാത്രമേ, ശിവനെ ആരാധിക്കുന്നവരെ മാത്രമേ കയറ്റാൻ പറ്റൂ എന്നുള്ളതാണ് അവരുടെ എസെൻഷ്യലി റിലീജിയസ് പ്രാക്ടീസ് എങ്കിൽ പിന്നെ ഒരു വൈഷ്ണവൈറ്റിനെ കയറ്റാൻ പറ്റും ആ രീതിയിൽ. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. 12. An Ayurvedic company manufactures a cholesterol curve medicine. ഒരു കൊളസ്ട്രോളിന്റെ മെഡിസിൻ ഉണ്ടാക്കും. The government bans advertisement. അങ്ങനെ അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പറയും. Is the action of the government violative of the freedom of speech and expression of the company? കമ്പനിയുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗം അഡ്വർടൈസ് ചെയ്യുക എന്നുള്ളത് കമ്പനിയുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗമാണോ എന്നുള്ളതാണ് ചോദ്യം. ആണോ? ആൻസർ ടാറ്റ പ്രസ് ലിമിറ്റഡ് വേഴ്സസ് MTNL എന്നാണ് കേസിലുണ്ട്. ആ കേസിനകത്ത് പറയുന്നു റൈറ്റ് ടു കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റ് ഈസ് പാർട്ട് ഓഫ് ആർട്ടിക്കൽ 19(1)A ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗമാണ്. അത് സംബന്ധിച്ചില്ലെങ്കിൽ അത് വയലേഷനാണ്. അത് പക്ഷേ ആർട്ടിക്കൽ 19(2) വരുന്ന റെസ്ട്രിക്ഷനിൽ വരാൻ പാടില്ല. മുന്നോട്ട് പോകാമോ? സാറിന് സംശയമുണ്ട്. ഇപ്പൊ ആയുർവേദിക് മെഡിസിന്റെ കാര്യമല്ലേ സാർ പറഞ്ഞേ? അതെ. അപ്പൊ അത് ടാറ്റ എങ്ങനെയാ വരുന്നത്? അല്ല, അതുപോലെയുള്ള ഒരു സിമിലർ കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഭാഗമാണെന്ന് പറഞ്ഞൊരു കേസാണ്. ആ കേസ് ക്ലോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അത് അഡ്വർടൈസ്മെന്റ് തടയാൻ സാധ്യമല്ല. തെറ്റായ അഡ്വർടൈസ്മെന്റ് അല്ല, അതൊക്കെ വേറെ സിറ്റുവേഷൻ ആണ്. അത് തെറ്റായ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിന് പിന്നെ അപ്പൊ നമ്മൾ ആർട്ടിക്കൽ 19(2) പറഞ്ഞിരിക്കുന്ന പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഡീസൻസി, അങ്ങനെ കുറെ അധികം ഗ്രൗണ്ട്സ് പറയുന്നുണ്ട്. ആ ഗ്രൗണ്ട്സിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റെസ്ട്രിക്ഷൻ കൊണ്ടുവരാം. പക്ഷെ ഇവിടെ ഇപ്പൊ അങ്ങനെയൊന്നും പറയാത്തതുകൊണ്ട് ഒരു പ്രോപ്പർ അഡ്വർടൈസ്മെന്റ് ആണെന്നുള്ള പ്രിസംപ്ഷനിൽ നമ്മൾ പോകണം. അപ്പൊ ടാറ്റയുടെ ഒരു കേസിൽ പറയുന്നത് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ടാറ്റയെ അന്ന് വിലക്കിയ ഒരു കേസാണ് ടാറ്റ അഡ്വർടൈസ്മെന്റ്. ടാറ്റ പിന്നെ എന്താണ് ടാറ്റ പ്രസ് ലിമിറ്റഡ് വേഴ്സസ് MTN. ആ കേസിനകത്ത് പറഞ്ഞത് ഒരു പ്രോപ്പർ സാധാരണ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ അത് തടയാൻ സാധ്യമല്ല. കാരണം അഡ്വർടൈസ് ചെയ്യാന്നുള്ളതും ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗമാണ്. ഓക്കെ, മുന്നോട്ട് പോകുന്നു. A was arrested in the course of commission of offense. ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാം. He showed no resistance. അയാൾ വളരെ ഡീസന്റ് ആയിട്ട് കൈ കാണിച്ചു എന്നാൽ അയാൾ പോലീസിന്റെ കൂടെ പോകാൻ റെഡിയായി. While arresting, അയാൾ ഒരു റെസിസ്റ്റൻസും കാണിച്ചില്ല, ഒരു ബലവും പ്രയോഗിച്ചു. The police handcuffed. ഒരു ബലം കാണിച്ചില്ലെങ്കിൽ പോലും അയാളെ കയ്യാമം വെച്ചു, handcuff ചെയ്തു him and paraded him through the street. എന്നിട്ട് റോഡിലൂടെ നടത്തിച്ചു. Whether the action is violative of Article 20. Article 20 violation. കേസ് ഞാൻ പറയാം, ഒരു കേസ് പറയാം. 13ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആണ് പ്രേം ശങ്കർ വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ.
ഒരാള് ബലം പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ കയ്യാമം വയ്ക്കാൻ പാടുള്ളൂ, ഹാൻഡ് കഫ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഡിസിഷൻ. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സിനിമയിൽ കാണുന്ന പോലെ പരേഡൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പ്രേം ശങ്കർ വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് ഫ്രെയിം ചെയ്യണം. വെദർ ഇറ്റ് ഈസ് വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 21. ഫോഴ്സ് ഉപയോഗിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഹാൻഡ് കഫ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 21 വയലേഷൻ ആണോ എന്നതാണ് ചോദ്യം. അപ്പോൾ കൊടുക്കേണ്ട ആൻസർ അല്ല എന്നുള്ളതാണ്. പ്രേംശങ്കറിന്റെ കേസിൽ പറഞ്ഞിരിക്കുന്നു ഫോഴ്സ് ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ മാത്രമേ ഫോഴ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ, ഹാൻഡ് കഫ് ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ മാത്രമേ ഹാൻഡ് കഫ് ഉപയോഗിക്കൂ. ഓക്കെ, ഇനി 14ാമത്തെ അടുത്തേക്ക് പോകുന്നു. ഡിസ്പ്യൂട്ട് അറോസ് ബിറ്റ്വീൻ employees of the company and management. Management closed it, causing unemployment. The government took over the management by an act of parliament. The employees challenged it under Article 14 of the Constitution. Government ഏറ്റെടുത്തു. അത് അതിനെക്കുറിച്ചുള്ള കേസുകൾ വല്ലതും കേട്ടിട്ടുണ്ടോ? ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കമ്പനിയെ മാത്രം ഗവൺമെന്റ് ഏറ്റെടുത്ത് ശരിയായോ തെറ്റായോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻ പറയാം. ഡിസിഷൻ ഇതാണ്. 14ാമത്തെ ചിരഞ്ജിത് ലാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നോട്ട് ചെയ്തു, ചിരഞ്ജിത് ലാൽ വേഴ്സസ് യൂണിയൻ ഓഫ്. അതിനകത്ത് പറയുന്നു ഈ ഒരു കമ്പനി ഒരു വലിയ കമ്പനിയാണ്, ആ ഒരു കമ്പനിയിൽ മാത്രമായിട്ടാണ് ഇഷ്യൂ നടക്കുന്നതെങ്കിൽ ആ കമ്പനിയെ മാത്രം ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിൽ തെറ്റില്ല. ഈവൺ എ സിംഗിൾ കമ്പനി കൺ കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്ലാസ്. അത് റീസണബിൾ ആയിട്ട് മറ്റുള്ള കമ്പനികൾ വ്യത്യസ്തമായിരിക്കുകയും അങ്ങനെ വ്യത്യസ്തമായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈവൺ എ സിംഗിൾ കമ്പനി ഓർ എ സിംഗിൾ പേഴ്സൺ കൺ കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്ലാസ്. സോ നോട്ട് ടേക്കിംഗ് ഓവർ അതർ കമ്പനീസ് but taking over only this company is justified under Article 14 of the Constitution. It is not violation of equality principle. മുന്നോട്ട് പോകുന്നു. സാർ ഒന്നുകൂടി പറയണം, എന്തുകൊണ്ടാണ് ഇപ്പോ ഇക്വാലിറ്റി പ്രിൻസിപ്പിളിന് എതിരാവാണ്ടിരുന്നത്? ഒരു കമ്പനി മാത്രമായതുകൊണ്ടോ? ഈ കമ്പനി മാത്രമാണ് ഡിസ്പ്യൂട്ട് ഉണ്ടായത്. അതിനുള്ള കേസാണ് ഞാൻ പറഞ്ഞത് ചിരഞ്ജിത് ലാൽ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ചിരഞ്ജിത് ലാൽ ചിരഞ്ജിത് ലാലിന്റെ കേസാണ് നമുക്ക് കോട്ടിയാവും. ഓക്കെ, ഡിസ്പ്യൂട്ട് അറോസ് ബിറ്റ്വീൻ അത് വരും 15ാമത്തെ. ഇനിയിപ്പം മുന്നോട്ട് പോവാണ്, തീരാതായി. A law authorized the government to prohibit all persons residing in a certain area from engaging themselves in the manufacture of BD during agriculture season. Agriculture seasonil BD പണി എടുക്കാൻ പാടില്ല, BD നിർമ്മാണത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇത് കൊണ്ടുവരികയാണ്. അത് റീസണബിൾ ആണോ അല്ലയോ? ഇത് ഏതിൽ വരും? ആദ്യം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് ആർട്ടിക്കിൾ 19(1)G വരും, ജോലി ചെയ്യാനുള്ള അവകാശം. അതിനകത്ത് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 19(1)G എന്താണ് പറയുന്നത്? ട്രേഡ് ഇതിനകത്തൊക്കെ ഏർപ്പെടാനുള്ള അവകാശം. ഇവിടെ BD പണി എടുക്കാൻ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റിലാണെങ്കിൽ കുഴപ്പമില്ല. 3 കാര്യങ്ങൾ അതിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരും. ഒന്ന്, ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് വക്കീലാവണമെങ്കിൽ LLB പാസ് ആവണമെന്ന് പറഞ്ഞു, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ആ ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പബ്ലിക് ഇൻട്രസ്റ്റ്. പബ്ലിക് ഇൻട്രസ്റ്റിലാണ് ഇത് പറയുന്നത് അല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അഗ്രികൾച്ചറൽ സീസണില് BD പണി എടുക്കാൻ പാടില്ല, BD ജോലി ചെയ്യാൻ പാടില്ല, BD മേക്കിങ്ങിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 രീതിയിൽ മാർഗം ചെയ്യും. അതിനകത്ത് മറ്റൊരു സാഹചര്യം ഇല്ലെങ്കിൽ, അതായത് മറ്റൊരു എന്താണ് ഇവിടെ ഒരു മറ്റൊരു ഈ അഗ്രികൾച്ചർ ജോലി ചെയ്യുന്നത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. അഗ്രികൾച്ചർ ജോലി എല്ലാവരും ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് നമ്മൾ തെളിയിക്കുകയാണെങ്കിൽ അത് റീസണബിൾ ആണെന്ന് പറയുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് ഇവിടുത്തെ പോയിന്റ്. പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നോ പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല എന്നോ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അത് നിങ്ങളുടെ ഇതിനനുസരിച്ചിരിക്കും. ഇതിനകത്ത് അതിനനുസരിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് തന്നെ നമ്മൾ എഴുതേണ്ടത്. യു വിൽ ഹാവ് ടു റൈറ്റ് ദാറ്റ് if there is a public interest in the prohibition of BD making during agriculture season. കാരണം അഗ്രികൾച്ചർ സീസണിൽ എല്ലാവരും അതിനകത്ത് എൻഗേജ് ആവേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ there is a public interest restriction. അത് ആർട്ടിക്കിൾ 19(6) പ്രകാരം ജസ്റ്റിഫയബിൾ ആണ്. അല്ലെങ്കിൽ അത് നേരെ തിരിച്ചും എഴുതാം. മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 16. Ram എന്ന് പറഞ്ഞ ഒരാള്, a suspect in a criminal case was brought to the police station for interrogation. He kept silent. അയാൾ ഒന്നും പറയാതിരുന്നു. And claimed protection under Article 20(3). 20(3) പ്രൊട്ടക്ഷൻ ക്ലെയിം. എന്താണ് 20(3) എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ടു സെൽഫ് ഇൻക്രിമിനേഷൻ ആണ്. അതെഴുതും.
റൈറ്റ് ടു സെൽഫ് ഇൻക്രിമിനേഷനിൽ പറയുന്നു, ഒരാള് ഒരു കേസിൽ പെട്ടു കഴിഞ്ഞാൽ അയാളോട് തന്നെ ആ കേസിൽ അയാൾക്കെതിരെ സാക്ഷി പറയാൻ നിർബന്ധിക്കാൻ സാധ്യമല്ല. റൈറ്റ് ടു സെൽഫ് ഇൻക്രിമിനേഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഞാൻ പറയാം. കേസുകൾ പറയുന്നില്ല, ഒരു കേസ് പറയാം. സ്റ്റേറ്റ് ഓഫ് ബോംബെ വേഴ്സസ് കത്തിക്കാളു എന്ന് പറയുന്ന കേസ്. അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരാളോട് അയാളുടെ ഹാൻഡ് റൈറ്റിംഗ് എടുക്കുന്നതിൽ തെറ്റില്ല, അയാളുടെ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് എടുക്കുന്നതിൽ തെറ്റില്ല, അയാളുടെ ഹാൻഡ് റൈറ്റിംഗ് എടുക്കാം, അയാളുടെ ഹെയർ എടുക്കുന്നതിൽ തെറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അയാളുടെ പേഴ്സണൽ നോളജിലുള്ള കാര്യം പറയാൻ അയാളെ നിർബന്ധിക്കാൻ പറ്റില്ല അണ്ടർ ആർട്ടിക്കിൾ 20 clause 3 because it is violative of right to self incrimination. പറഞ്ഞ കേസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ വേഴ്സസ് കത്തിക്കാളു. സോ അതാണ് 16ാമത്തെ കേസ്. 16ാമത്തെ പ്രോബ്ലത്തിന്റെ ആൻസർ. നമ്മൾ 17ാമത്തേൽ പോകുന്നു. The president had declared emergency in state of AP without waiting for governor's report. Is it valid under constitution? ഗവർണറുടെ റിപ്പോർട്ട് ഇല്ലാതെ പ്രസിഡന്റിന് സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടാൻ സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. സാധ്യമാണ്. അതിന്റെ ആൻസർ ആർട്ടിക്കിൾ 356 പറയുന്നു. 356 ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഇച്ചൊരു ഭാഗം മാത്രം. 356 പറയുന്ന കാര്യം ഇതാണ്. 356 പറയുന്നു, തുടക്കത്തിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. 356 പറയുന്നു, ഞാൻ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. If the president on receipt of the report of the governor റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ or otherwise, otherwise ആണ് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഗവർണറുടെ റിപ്പോർട്ട് ഇല്ലാതെയും പ്രസിഡന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റുകളെ പിരിച്ചുവിടാം. ആർട്ടിക്കിൾ 356. ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പൊ നമ്മള് 17ാമത്തെയും കഴിഞ്ഞു. നമ്മൾ 18ാമത്തേലേക്ക് പോകുന്നു. 18 വരുന്ന ഇതാണ്. SLP filed by the party. ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ആണ് ഫയൽ ചെയ്യുന്നത്. പാർട്ടി അഗെയിൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് ദി ഹൈ സുപ്രീം കോടതിയുടെ മുന്നിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതാണ് SLP എന്ന് പറഞ്ഞാൽ. വിത്ത് ലീവ് ഫ്രം സുപ്രീം കോർട്ട് ഫോർ ഫയലിംഗ് അനദർ SLP. അവിടുന്ന് അയാൾ വിഡ്രോ ചെയ്യാം, മറ്റൊരു SLP ഫയൽ ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങിക്കാതെ തന്നെ അയാൾ SLP വിഡ്രോ ചെയ്യും. The party again files an SLP against the same decision. Discuss. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് വരുന്നത് ആർട്ടിക്കിൾ 136 ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണം. ആർട്ടിക്കിൾ 136 ഇത് വരും. ആർട്ടിക്കിൾ 136 പ്രകാരം ഒരാൾക്ക് ഏത് കോടതിയിൽ നിന്നും ഉള്ള മാറ്റർ, സുപ്രീം കോടതിയാണ് ഇത് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇവൻ മുൻസിഫ് കോടതിയിലുള്ള ഒരു മാറ്റർ പോലും നേരിട്ട് സുപ്രീം കോടതിക്ക് പരിഗണിക്കേണ്ട അവകാശം. അതുകൂടാതെ ആർട്ടിക്കിൾ 142 പ്രകാരം ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ജസ്റ്റിസ് ഈ നിയമങ്ങൾ പറഞ്ഞതിൽ അധികം കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശവും അധികാരവും സുപ്രീം കോടതിക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്ററിൽ ജസ്റ്റിസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ജസ്റ്റിസ് വേണമെങ്കിൽ മറ്റൊരു 136 കൂടി ഫയൽ ചെയ്യാൻ കോടതിക്ക് പറയാം. 136 അതിന്റെ കൂടെ 142 കൂടി ചേർത്ത് 142 എന്താണ് പറയുന്നത്? ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ജസ്റ്റിസ് കോടതിക്ക് ഇറ്റ് ക്യാൻ ഗോ ബിയോണ്ട് ദിസ് എന്ന കാര്യം കൂടി പറയുന്നു. സോ 136ഉം 142ഉം കൂടി ചേർന്നിട്ടാണ് നമ്മളത് എഴുതേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ദ ആൻസർ ഫോർ ദാറ്റ്. ദെൻ ഹൈക്കോടതിയിൽ കിട്ടാണ്ട് തന്നെ ഫയൽ ചെയ്യാം അല്ലേ? ഓക്കെ, അത് സുപ്രീം കോടതിക്ക് അത് അങ്ങനെയുള്ള ഒരു ജസ്റ്റിസ് നടപ്പിലാവുന്നില്ല, ഇത് ഇവിടെ ഒരു വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് വീണ്ടും 136 പ്രകാരം ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. 19ാമത്തതാണ്. 19ാമത്തെ ഗവർണർ ഓഫ് തമിഴ്നാടു ഹാഡ് ഗ്രാൻഡഡ് പാർഡൻ ടു എ മർഡർ. മർഡറർക്ക് ഒരു പാർഡൻ കൊടുത്തു. പാർഡൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്താണ്, ഇളവ് കൊടുത്തു, ശിക്ഷ കൊടുത്തു. വിക്ടിമിന്റെ ഫാമിലി വാണ്ട്സ് ടു ചലഞ്ച് ദിസ് ചാലഞ്ചസ്. വിക്ടിമിന്റെ ഫാമിലിക്ക് ഇത് ചലഞ്ച് ചെയ്യണം, അവരെ അഡ്വൈസ് ചെയ്യാമോ? ഞാനൊരു കേസ് പറയാം. KM നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ക്രിമിനൽ ലോയിലൊക്കെ വരുന്ന ഒരു കേസാണ്. ഇതിനകത്ത് ഈ ആസ്പെക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവർണർ പാർഡൻ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പ്രസിഡന്റിനും ഗവർണർക്കും കൊടുക്കാം. പക്ഷേ അത് കൊടുത്തിരിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള റീസൺസിനായിരിക്കും. അത് പ്രോപ്പർ ആയിട്ടുള്ള റീസൺസിനാണോ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട്, ആണോ എന്ന് ചോദിച്ചുകൊണ്ട്, അത് ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കേസ് ഫയൽ ചെയ്യാം. എന്നിട്ട് അത് റീസണബിൾ അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം, റീസണബിൾ ആണെങ്കിൽ അത് അലൗ ചെയ്യാം. സോ അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശം വിക്ടിമിന്റെ ഫാമിലിക്ക് ഉണ്ട് എന്നുള്ളതാണ് കേസ്. കേസിന്റെ പേര്
KM നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് അതിന്റെ മെറിറ്റിനനുസരിച്ചിട്ട് കോടതിക്ക് ഡിസൈഡ് ചെയ്യും. സോ 19 ക്വസ്റ്റ്യൻസ് ആയി. 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. A member of Lok Sabha was disqualified on the ground of unsoundness of mind. ഒരാള് ഒരു അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിട്ട് മാറുക, അയാൾക്ക് മാനസികമില്ല, തെറ്റാണ് MP ആയിട്ടിരിക്കുന്ന സമയത്ത്. The matter was referred to the president, decide its validity. അപ്പൊ ഒരാൾക്ക് പിന്നെ ഇത് അതിന്റെ ഡിസ്ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ എവിടെയാണ് പറയുന്നത്? ഡിസ്ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ പറയുന്നത് MP മാരുടെ കാര്യം പറയുന്നത് 103-ലും MLA മാരുടെ കാര്യങ്ങൾ പറയുന്നത് 191-ലും. നോട്ട് ചെയ്തു. MP മാരുടെ കാര്യങ്ങൾ പറയുന്നത് 103-ലും MLA മാരുടെ കാര്യങ്ങൾ പറയുന്നത് 191. അതിൽ പറയുന്നുണ്ട് അൺസൗണ്ട് മൈൻഡായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്വാളിഫൈഡ് ആകാം. പിന്നെയുള്ള ചോദ്യം, ഇത് ആര് ഡിസൈഡ് ചെയ്യണമെന്നുള്ളത്? ഇലക്ഷൻ കമ്മീഷൻ ആണോ ഡിസൈഡ് ചെയ്യേണ്ടത്? കോടതിയാണോ ഡിസൈഡ് ചെയ്യേണ്ടത്? പ്രസിഡന്റ് ആണോ ഡിസൈഡ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. Who is to be decided? Who is to decide this? ഇതിനകത്ത് പറയുന്നത് ആർട്ടിക്കിൾ 103-ലും 191-ലും ഒക്കെ നമ്മൾ പറയുന്നത് പ്രസിഡന്റ് ആണ് സിറ്റിംഗ് MP-യുടെ കാര്യം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പ്രസിഡന്റിന് റെഫർ ചെയ്ത കാര്യം ഇറ്റ് ഈസ് വാലിഡ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. MLA കാര്യം ഗവർണർക്ക് തീരുമാനിക്കും. MLA 191 അല്ലേ? 191. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകുന്നു. 21-ലേക്ക് പോകുന്നു. Again, a governor of a state promulgated ordinance promulgate ചെയ്തു and kept them alive. ഒരു 6 മാസത്തേക്ക് നിലനിൽക്കുള്ളൂ. അത് 6 മാസം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 14 വർഷം വരെ പോകും. അത് വാലിഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. വാലിഡ് ആണോ? ഇവിടെ അഗെയിൻ അതിനൊരു പ്രത്യേക സമയപരിധി തീരുമാനിച്ചിട്ടില്ല. AK റോയ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ പറഞ്ഞിരിക്കുന്നു, ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രൊമൾഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു സാധനമല്ല. ഒരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പറ്റും. അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലും ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഗ്രൗണ്ട് വേണം. സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന 14 വർഷത്തേക്ക് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. എന്ന് വെച്ചാൽ 14 വർഷത്തിനുള്ളിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നിയമസഭ അല്ലെങ്കിൽ പാർലമെന്റ് കൂടും. അപ്പൊ അതിനനുസരിച്ച് കൺസിഡർ ചെയ്യേണ്ടതാണ്. 14 വർഷം മുന്നോട്ട് പോകാനുള്ളത് ഒരു റീസണബിൾ ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. എനിവേ, ഇപ്പം പ്രൊമൾഗേറ്റ് ചെയ്തിരിക്കുന്നത് കോടതിയുടെ മുന്നിൽ കേസ് കൊടുത്തിട്ട് കോടതിക്ക് അത് എക്സാമിൻ ചെയ്യാം, ജുഡീഷ്യൽ റിവ്യൂ പോസിബിൾ ആണ് എന്ന് പറഞ്ഞ കേസാണ് AK റോയ് വേഴ്സസ് യൂണിയൻ. അപ്പൊ ഒരാൾക്ക് തോന്നുകയാണ് വീണ്ടും പ്രൊമൾഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 14 വർഷം എന്ന് പറഞ്ഞാൽ 28 തവണ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. 27 തവണ, ഒരു തവണ ഒറിജിനലും ബാക്കി 27 തവണ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ 28 തവണ പ്രൊമൾഗേറ്റ് ചെയ്യുന്നത് റീസണബിൾ ആണോ അല്ലയോ എന്ന് എനിക്കോ നിങ്ങൾക്കോ കോടതിയുടെ മുന്നിൽ ചലഞ്ച് ചെയ്യാം. സാധാരണ രീതിയിൽ 14 വർഷം എന്ന് പറയുമ്പോൾ അൺറീസണബിൾ ആയിട്ട് പറയാനുള്ള സാധ്യതയും ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ്. സാധാരണ രീതിയിൽ അത് അൺറീസണബിൾ ആയിരിക്കും. അത് ചാലഞ്ച് ചെയ്യാന്ന് പറഞ്ഞ കേസാണ് AK റോയ് വേഴ്സസ് യൂണിയൻ. ഇന്ന് നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. An accused was acquitted by High Court and no appeal was filed by the state. ക്രിമിനൽ കേസാണ്, അതിനകത്ത് സ്റ്റേറ്റ് അപ്പീൽ ഫയൽ ചെയ്തു. But a private party files an appeal under Article 136. Private party Article 136 പ്രകാരം ഫയൽ ചെയ്യാം. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് നമുക്ക് VS അച്യുതാനന്ദന്റെ ഒക്കെ ഒരു കേസ് ഉണ്ട്. അത് 136-ൽ തന്നെയാണ് പറയുന്നത്. 136-ൽ പറയുന്നത് ഒരു ജസ്റ്റിസ് നടപ്പിലാവാത്ത സാഹചര്യം, ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രിൻസിപ്പിളാണ്. മറ്റൊരു പാർട്ടിക്ക് അതിനകത്ത് ഇന്റർഫിയർ ചെയ്യാം. പ്രൈവറ്റ് പാർട്ടി ക്യാൻ ഇന്റർഫിയർ. അത് ബാലകൃഷ്ണ പരലയുടെ കേസിലൊക്കെയാണ് ഇന്റർഫിയർ കേസിൽ പോലും ഇന്റർഫിയർ ചെയ്യാൻ തേർഡ് പാർട്ടിക്ക്. എന്നിട്ട് പറഞ്ഞു സുപ്രീം കോടതിക്ക് ഒരു അപ്രോപ്രിയേറ്റ് സിറ്റുവേഷനിൽ അണ്ടർ ആർട്ടിക്കിൾ 136 സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ അലൗ ചെയ്യാം എന്ന് പറയുന്നു. സോ 136 ആൻഡ് അച്യുതാനന്ദൻ പിന്നെ അതിന്റെ കേസാണ് നമുക്ക് VS അച്യുതാനന്ദൻ വേഴ്സസ് കേസ് നമുക്ക് ഇവിടെ കൂട്ടിലാണ്. Now next case 23. Government of India decide to set എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നുള്ളതാണ്. Set an island in the Arabian Sea. അറേബ്യൻ സീയിലുള്ള ലക്ഷദ്വീപ് കൊടുക്കാൻ തീരുമാനിക്കും. വിച്ച് വാസ് അഡ്മിനിസ്ട്രേഡ് ബൈ സ്റ്റേറ്റ് ഓഫ് കേരള. സ്റ്റേറ്റ് ഓഫ് കേരളയുടെ ഭാഗമാണെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയല്ല, ആർക്കാണ് കൊടുക്കുന്നത്? പാകിസ്ഥാന് കൊടുക്കുക. ദ പാർലമെന്റ് ഇനാക്ടഡ് എ ലോ ഫോർ ദ സെയിം. പാർലമെന്റ് ഇതിനു വേണ്ടി ഒരു നിയമം പാസ്സാക്കി. ഇസ് ഇറ്റ് സഫീഷ്യന്റ് ടു എഫക്ട് ദ ട്രാൻസ്ഫർ? അത് മതിയോ? ആരെങ്കിലും ആൻസർ പറയാമോ? മതിയോ?
Is it sufficient? ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇത് ചെയ്യാൻ പറ്റുന്നതാണോ? Cannot be done. Cannot be done. Answer is right. അത് ആർട്ടിക്കിൾ 2 and 3 ആണ് വരുന്നത്. ഈ ബറൂബറി കേസുമാണ് വരുന്നത്. ഒരു പാർലമെന്റ് നിയമം ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. അതിനു വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വേണം. പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടല്ല അത് ചെയ്യേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വേണം. കേസിന്റെ പേര് റീ ബറൂബറി കേസ് എന്നുള്ളത്. ആ കേസ് കൂടി നമുക്ക് എഴുതാം. നെക്സ്റ്റ് ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാണ്. പാർലമെന്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി പാസ്ഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പാസ്സാക്കി. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പറയുന്നത്? എക്സ്ക്ലൂഡിംഗ് ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ ഇനി മുതൽ, അതായത് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർലമെന്റ് അമെന്റ്മെന്റ് കൊടുക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൊടുക്കും. അത് നിലനിൽക്കുമോ ഇല്ലയോ? ആൻസർ പറയാമോ? നിലനിൽക്കില്ല. നിലനിൽക്കില്ല. അതിനുള്ള കേസാണ് ഇന്ദിരാ ഗാന്ധി വേഴ്സസ് രാജ്നാരായൺ. 1975 കേസാണ്. ജുഡീഷ്യൽ റിവ്യൂ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിരുന്ന ഒരു പ്രൊവിഷൻ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 368 ക്ലോസ് 4 ആയിട്ട് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന ക്ലോസ് 4 അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. കാരണം കേശവാനന്ദ ഭാരതിയിൽ പറഞ്ഞ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് ജുഡീഷ്യൽ റിവ്യൂ. അങ്ങനെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ബേസിക് സ്ട്രക്ചർ എടുത്തു കളയുന്ന രീതിയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആകും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞ കേസാണ് ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായൺ 1970. And going to the last problem to complete it, it was acquitted by the High Court in a murder case, and no appeal was filed by the state against this. Whether the party aggrieved is competent to file an appeal before the Supreme Court under Article 136. ഇത് മുൻപ് പറഞ്ഞ അതേ കേസാണ്. അതുകൊണ്ട് അത് അതിന്റെ റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. കേസ് ഇതായി മുൻപ് പറഞ്ഞ കേസ് തന്നെ ആയതുകൊണ്ട് നമ്മൾ അതും കൂടി ആൻസർ ചെയ്തതായിട്ട് വിചാരിക്കും. We have completed all the 25 cases. അതിനുള്ള കൂടുതൽ എണ്ണത്തിൽ നമുക്ക് കേസുകൾ കിട്ടിയിട്ടുണ്ട്. ചിലതിൽ മാത്രമാണ് നമുക്ക് പ്രൊവിഷൻ ഓഫ് ലോ മാത്രം വെച്ച് പോയത്. So with this we can consider that we have completed our discussion on problem questions. ഇത് തന്നെയല്ലേ വരുള്ളൂ സാറേ? ഇത് തന്നെയല്ലേ വരുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാ സാറൊന്ന് അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹവും ഉണ്ട്. ഇത്രയും അനുഗ്രഹിക്കണ്ട. അനുഗ്രഹം മാത്രം കൂടെയുള്ള ആളല്ലേ സാറ് അനുഗ്രഹിക്കണ്ട. എല്ലാ ആശംസകളും എന്റെ വശത്തുണ്ട്. ശരി സാർ, അത് മതി. ഇത്രയൊക്കെ പ്രോബ്ലംസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ആൻസർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പം പറഞ്ഞൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളൊരു 10-18 കേസുകളും പറഞ്ഞിട്ട് ഒരു 5-6 മാത്രമേ കേസ് പറയാതിരുന്നുള്ളൂ. അപ്പൊ ആ കേസുകളൊക്കെ മനസ്സിൽ വെക്കാം. ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ടു അപ്പിയർ ഫോർ ദി എക്സാമിനേഷൻ വെരി വെൽ. ഞങ്ങളുടെ ഭാഗ്യം പോലെ